രാഷ്ട്രീയ നാടകവേദിയായി കൂത്താട്ടുകുളം. കൗൺസിലറിന്റെ തട്ടിക്കൊണ്ടുപോകലിൽ ആരോപണ പ്രത്യാരോപണങ്ങൾ സജീവമാവുകയാണ്. പൊതുമധ്യത്തിൽ വലിച്ചിഴച്ചാക്ഷേപിച്ചു എന്നുള്ളതാണ് കലാരാജുവിന്റെ ആരോപണം. അതുമായി ബന്ധപ്പെട്ട് കേസ് നൽകിയിട്ടുണ്ട്. CPMന്റെ ഭാഗത്തു നിന്നും നിയമ നടപടികളുണ്ട്. എന്താണ് കൂത്താട്ടുകുളത്ത് കണ്ടത്, അതിന്റെ യാഥാർത്ഥ്യം എന്താണ് എന്നുള്ളതാണ് സ്വാഭാവികമായും നമ്മൾ ഇന്ന് ഈ ചർച്ചയിലൂടെ അന്വേഷിക്കുകയും ചെയ്യുന്നത്. നമ്മളോടൊപ്പം അഡ്വക്കേറ്റ് അബിൻ വർക്കി കോൺഗ്രസിൽ നിന്ന്, കൗൺസിലർ കലാരാജു CPMൽ നിന്ന് അഡ്വക്കേറ്റ് KS അരുൺകുമാർ എന്നിവർ തത്സമയം ചർച്ചയിൽ ചേരുകയും ചെയ്തു. ആദ്യം ശ്രീമതി കലാരാജു, കേൾക്കാമോ? ശ്രീമതി കലാരാജു, കണ്ടിട്ടും കേട്ടിട്ടുമില്ലാത്ത ഒന്നാണ് ഒരു അവിശ്വാസ പ്രമേയത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരു കൗൺസിലറെ തട്ടിക്കൊണ്ടു പോവുക. ആ തട്ടിക്കൊണ്ടു പോകുന്നതിനിടയിൽ ക്രിമിനൽ സ്വഭാവമുള്ള പല കാര്യങ്ങൾ സംഭവിച്ചു എന്ന കൗൺസിലർ തന്നെ ആരോപിക്കുക. കൊണ്ടുപോയി പാർപ്പിച്ചു എന്ന് പറയുന്നത് സംസ്ഥാനത്തെ ഒരു പ്രധാനപ്പെട്ട പാർട്ടിയുടെ ഒരു സംഘടനാ കാര്യാലയത്തിലാണ് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇതൊക്കെ നടന്നതാണ് എന്ന് കലാരാജു ആരോപിക്കുമ്പോൾ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. 4 ദിവസം മുൻപ് തന്നെ കലാരാജുവിനെ കാണാതായതാണ്. അങ്ങോട്ട് പോയിട്ടേയില്ല, അതിൽ പങ്കെടുക്കേണ്ടതില്ല എന്നുള്ളതുകൊണ്ട് ഏരിയ കമ്മിറ്റി ഓഫീസിൽ തന്നെ തുടരുകയാണ്. ഇങ്ങനെയാണ് CPMന്റെ ഭാഗത്തു നിന്ന് വരുന്ന വിശദീകരണവും. എന്താണ് സംഭവിച്ചത്, ആരാണ് തട്ടിക്കൊണ്ടുപോയത്? ശരിക്കും പറയട്ടെ, അവിശ്വാസത്തിൽ പങ്കെടുക്കാനാണ് ഞാൻ 10 മണിയായപ്പോൾ, ഓഫീസ് ടൈം 10 മണി, 11 മണിക്കാണ് നമ്മൾ അവിശ്വാസത്തിൽ കൗൺസിൽ ഹാളിലേക്ക് കയറാനായിട്ട് നിർദ്ദേശിച്ചിരിക്കുന്ന സമയം. ഇതനുസരിച്ച് 10 മണിക്ക് ഞങ്ങൾ മുനിസിപ്പൽ ഓഫീസിൻ്റെ ഫ്രണ്ടിൽ വന്നിറങ്ങിയപ്പോൾ അവിടെ 1000-ഓളം വരുന്ന ജനക്കൂട്ടം, അത് അവർ തന്നെ സമ്മതിക്കുന്നുണ്ട്, 1000-ഓളം വരുന്ന ജനക്കൂട്ടം ഉണ്ടായിരുന്നു. ആ ജനക്കൂട്ടം ഞാൻ അവിടെ, അതുപോലെ തന്നെ പോലീസ്, ജനാധിപത്യ മഹിളാ അസോസിയേഷൻ്റെ പ്രവർത്തകർ, DYFIയുടെ പ്രവർത്തകർ, പാർട്ടി CITU, ചുമട്ടുതൊഴിലാളി, അങ്ങനെ എല്ലാ കൗൺസിലേഴ്സ്, അങ്ങനെ എല്ലാ മേഖലയിലുള്ള എല്ലാ തരത്തിലുള്ള ആളുകളും പൊതുജനവും ഉൾപ്പെടെ 1000-ഓളം ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും ഞാൻ അവിടെ ചെന്ന് ഇറങ്ങിയ സമയത്ത് ഞാൻ കാല് കുത്തിയ സമയം തന്നെ അവർ അക്രമം തുടങ്ങുകയാണ് ചെയ്തത്. അതായത് വനിതകളായ ചെയർപേഴ്സൺ വിജയ ശിവൻ അടക്കമുള്ള ആളുകൾ എന്നെ ശരിക്കും ആ ഭാഗത്തേക്ക്, മുനിസിപ്പൽ ഓഫീസിൻ്റെ ഭാഗത്തേക്ക് അടുക്കാത്ത രീതിയിൽ കഴുത്തിന് കുത്തിപ്പിടിച്ച് പുറത്തേക്ക് മുടിക്കുത്തിന് വലിച്ചു പിടിച്ച് ഇഴച്ച് എന്നെ റോഡിലേക്ക് തള്ളി എറിയുകയായിരുന്നു. അവർ ശ്വാസം കിട്ടാതെ ഒരു കുട്ടി സഖാവ് എൻ്റെ കഴുത്തിന് കുത്തിപ്പിടിച്ച് മുടിക്കുത്തയിലേക്ക് പിടിച്ച് ശ്വാസം കിട്ടാതെ ഞാൻ പിടഞ്ഞ സമയത്ത് എൻ്റെ ശരിക്കും വസ്ത്രം അവർ വലിച്ചു പറിക്കുകയാണ് ഉണ്ടായത്. ഈ 1000-ഓളം വരുന്ന ഈ പൊതുജനത്തിൻ്റെ മുമ്പിൽ ഒരു കൗൺസിലർക്കുണ്ടായ അനുഭവമാണ് ഞാൻ പറയുന്നത്. എൻ്റെ വസ്ത്രം അവർ വസ്ത്രം എൻ്റെ ശരീരത്തിൽ നിന്ന് താഴെ പോകുക എന്നുള്ള അവസ്ഥ വന്നപ്പോഴാണ് ഞാനത് മുറുക്കി പിടിച്ചുകൊണ്ട് പിന്നെ എനിക്ക് എങ്ങനെയെങ്കിലും അവിടെ നിന്നൊന്ന് രക്ഷപ്പെട്ടാൽ മതി എന്നുള്ള ഒരവസ്ഥയിലേക്ക് ഞാൻ എത്തി. ആ സമയത്ത് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്നോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? ഞാൻ ഒരു സമൂഹ മധ്യത്തിൽ ഒരു സ്ത്രീ ഇതുപോലെ അപഹാസ്യയാകുന്ന അവസരത്തിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്നോട് ചോദിച്ചാണ്, നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? ഞാൻ അദ്ദേഹത്തോട് എന്താണ് പറയേണ്ടത്? എന്നിട്ടും ഞാൻ പറഞ്ഞത്, ഇപ്പോൾ എനിക്ക് മുനിസിപ്പൽ ഓഫീസിൽ കയറാൻ എന്നെ അനുവദിക്കണം എന്നാണ് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത്. ആ സമയത്ത് ഈ പറഞ്ഞ വനിതാ സഖാക്കളും ഇപ്പം ഇതിനകത്ത് CPMന്റെ ലോക്കൽ സെക്രട്ടറി അടക്കമുള്ള ആളുകൾ, പ്രത്യേകിച്ച് ഞാൻ കേട്ടു, അവളെ കൊന്നുകളയടാ, അവളെ എടുത്ത് വണ്ടിയിലേക്ക് എറിയടാ എന്നാണ് വൈസ് ചെയർമാൻ ശ്രീ സണ്ണി കുര്യാക്കോസ് ആക്രോശിച്ചത്. ഇതെല്ലാം നിഷേധിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. ഞാനാണിത് അനുഭവിച്ച ആൾ. ഈ മർദ്ദനം ഏറ്റത് ഞാൻ തന്നെയാണ്. എന്നെ ഒരാളെ പ്രതിരോധിക്കാൻ വേണ്ടി ഇത്രയും വൻ സന്നാഹം വേണ്ടിയിരുന്നോ എന്നാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത്. എന്തുകൊണ്ടാണ് കലാരാജു അവിടേക്ക് എത്തുമ്പോൾ മാത്രം ഇത്രയും വലിയ കലാപം ഉണ്ടാകുന്നതും നിങ്ങളെ മാത്രം കേന്ദ്രീകരിച്ച് ഇത്രയും വലിയ അക്രമവും ഉണ്ടാവുകയും ചെയ്യുന്നത്? അതെനിക്കറിയില്ല, അവരോടാണ് ചോദിക്കേണ്ടത്. എന്തുകൊണ്ടാണ് ഞാൻ അവിടെ വന്നിറങ്ങിയപ്പോൾ അപ്പോൾ അവരുടെ മനസ്സിൽ എന്തെങ്കിലും ഒരാശങ്ക എന്തെങ്കിലും ഉണ്ടോ? അതെനിക്കറിയില്ല. അവരെന്തുകൊണ്ടാണ് എന്നെ പ്രതിരോധിക്കുക? കാരണം ആ വീഡിയോയിൽ എടുത്ത് നോക്കിയാൽ അറിയാം അവിടെ എന്താണ് സംഭവിച്ചതെന്ന്. എന്നെ ഒരാളെയാണ് അവർ ലക്ഷ്യം വെച്ച് ഇത്രയും ആളുകൾ ഈ ഒരു സ്ത്രീയോട് ഇത്രയും നികൃഷ്ടമായ രീതിയിൽ മുടിക്കുത്തിന് വലിച്ച്, ഞാൻ ഒരു സിനിമയിൽ പോലും കണ്ടിട്ടില്ലാത്ത അത്ര നാടകീയമായ രംഗങ്ങളാണ്. മുടിക്കുത്തിന് വലിച്ച് ഒരാൾ പുറകോട്ട് പിടിക്കുമ്പോൾ വനിതാ സഖാക്കൾ എന്നെ, അപ്പോൾ അവരുടെ മനസ്സിൽ എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല, എന്നെ ഇവരിലേക്ക് എറിഞ്ഞു കൊടുക്കുന്നൊരവസ്ഥയാണ് ഉണ്ടായത്.
അവര് അവിടെ നിന്ന് കഴുത്തിന് ഒരാൾ വാഹനത്തിൽ കയറ്റി CPM-ന്റെ ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് കൊണ്ടുപോയി എന്നാണ് ശ്രീമതി കലാരാജു ആരോപിക്കുന്നത്. അതെ, അവിടെ നിന്ന് എന്നെ ബലം പ്രയോഗിച്ച് വണ്ടിയിലേക്ക്, അപ്പം എൻ്റെ വസ്ത്രം എനിക്ക് നഷ്ടപ്പെടും എന്നുള്ളൊരവസ്ഥ വന്നപ്പോഴാണ് ഞാൻ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം. അത് മുനിസിപ്പൽ ഓഫീസിനകത്തേക്കാണെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ഇവരെങ്ങോട്ടാണ് എന്നെ കൊണ്ടുവന്നതെന്ന് എനിക്കൊരാശങ്ക ഉണ്ടായിരുന്നു. വണ്ടിയിലേക്ക് വലിച്ച് കൂച്ചി പിടിച്ച് എറിഞ്ഞ സമയത്ത് ഞാൻ എൻ്റെ വസ്ത്രം നഷ്ടപ്പെടാതിരിക്കാനായിട്ടായിരുന്നു, ഞാൻ എൻ്റെ മാനം കാക്കാനാണ് ആദ്യം ശ്രമിച്ചത്. ആ സമയത്ത് എന്നെ തള്ളി കയറ്റിയിട്ട് ഒരു ആളിരിക്കാവുന്ന ആ സീറ്റിലേക്ക് മറ്റൊരു കുട്ടി സഖാവും കൂടി ഇടിച്ച് കയറി ഇരുന്നിട്ട് അവനിത് എന്നെ അവിടുന്ന് കൊണ്ടുപോകുക എന്നുള്ള ലക്ഷ്യത്തോടെ അവൻ പോയപ്പോൾ ഈ വണ്ടിയുടെ ഡോർ എൻ്റെ കാലിട്ട് അടച്ചു. കാലയിൽ മടങ്ങി അടച്ചപ്പോൾ ഞാൻ ഉച്ചത്തിൽ നിലവിളിച്ച് എൻ്റെ കാലിപ്പോൾ പൊട്ടിപ്പോകും, വേദന എടുക്കുന്നു പറഞ്ഞപ്പോൾ അവൻ എന്നോട് പറഞ്ഞതാണ്, എൻ്റെ മകൻ്റെ പ്രായം പോലും ഇല്ലാത്തൊരു കുട്ടിയാണ്. അവൻ എന്നോട് പറഞ്ഞത്, നിൻ്റെ കാല് അവിടെ ചെന്നിട്ട് ഞാൻ വെട്ടിത്തരാടി എന്നാണ് എന്നോട് പറഞ്ഞത്. അപ്പം ഇത്രയും നികൃഷ്ടമായിട്ട് എന്നോട് പെരുമാറാനായിട്ട് ഞാൻ എന്ത് അപരാധമാണ് ചെയ്തതെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ശരി, ശ്രീമതി കലാരാജു, ഞാൻ അങ്ങനെയൊക്കെ തിരികെ വരാം. അടുത്തൊരു കെ. അരുൺകുമാർ, ഒരു ജനപ്രതിനിധിക്ക്, ഒരു സ്ത്രീക്ക്, ഒരു മനുഷ്യന് ഈ സംസ്ഥാനത്ത് കിട്ടുന്ന സുരക്ഷ ഇതാണോ നമ്മുടെ സംസ്ഥാനം കൊട്ടിഘോഷിക്കുന്ന ഈ സ്ത്രീ സംരക്ഷണം എന്നൊക്കെ പറയുന്നത്? അവർ ആരോപിക്കുന്ന കാര്യങ്ങൾ ചില്ലറയല്ല എന്ന് അഡ്വക്കേറ്റ് കെ. അരുൺകുമാറിന് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമല്ല. അവരെ ശാരീരികമായി വേദനിപ്പിക്കുന്നു, ഉപദ്രവിക്കുന്നു, അധിക്ഷേപിക്കുന്നു, അവർക്ക് വലിയ തോതിലുള്ള അപമാനം ഉണ്ടാകുന്ന തരത്തിൽ അവരുടെ ഉടുവസ്ത്രം പോലും ഇല്ലാതാക്കുന്ന തരത്തിലുള്ള പ്രവർത്തനം ഉണ്ടാകുന്നു, അവരെ ഭീഷണിപ്പെടുത്തുന്നു, കാല് വെട്ടിക്കളയുമെന്ന് പറയുന്നു, എന്നിട്ട് കൊണ്ടുപോയി പാർപ്പിച്ചത് ഒരു ഏരിയ കമ്മിറ്റി ഓഫീസിലാണ് എന്ന അടക്കമുള്ള ഗുരുതരമായ ആരോപണമാണ് അവർ ഉന്നയിക്കുന്നത്. ഇതാണോ ഈ നാട് ഒരു സ്ത്രീക്ക് നൽകുന്ന സുരക്ഷ? ഇതിൽ ഈ സഖാവ് കലാരാജു CPM-ന്റെ മുൻ ബ്രാഞ്ച് സെക്രട്ടറിയാണ്. അവർ പാർട്ടി അംഗമാണ്. നിലവിൽ CPM-ന്റെ ഒരു പ്രവർത്തകയും പാർട്ടി അംഗവുമാണ്. അതുപോലെ കൂത്താട്ടുകുളത്തെ ടൗണിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർഡിൽ നിന്ന് അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ വിജയിച്ച് മുന്നേറിയ ഒരു പോരാളി കൂടിയാണ്. പാർട്ടിയോട് സഹകരിച്ച് എല്ലാ പ്രവർത്തനങ്ങളും നിൽക്കുന്ന, ഭരണസമിതിയുടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരു സഖാവാണ് കലാരാജു. നമുക്കറിയാം, ഇവിടെ ഒരു അവിശ്വാസ പ്രമേയം വന്നു. അവിശ്വാസ പ്രമേയം ചർച്ച ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാർലമെൻ്ററി പാർട്ടി യോഗം ചേർന്നു. ഇടതുപക്ഷത്തിൻ്റെ മുഴുവൻ അംഗങ്ങളുമാണ് പാർലമെൻ്ററി പാർട്ടി യോഗത്തിൽ പങ്കെടുക്കേണ്ടത്. ആ പാർലമെൻ്ററി പാർട്ടി യോഗത്തിലും സഖാവ് കലാരാജു പങ്കെടുത്തിരുന്നു. അതിനുശേഷം 4 ദിവസം അവരെ കാണാനുണ്ടായിരുന്നില്ല. 15, 16, 17 തീയതികളിൽ അവർ എവിടെയാണെന്ന് ആർക്കും അറിയില്ല. അതിനുശേഷം നമ്മുടെ ഇന്നലെ ഈ യോഗം നടക്കുന്ന, മീറ്റിംഗ് നടക്കുന്ന, അവിശ്വാസ പ്രമേയം ചർച്ച ചെയ്യുന്ന ആ ഹാളിൻ്റെ മുനിസിപ്പാലിറ്റിയുടെ മുന്നിലേക്ക് അവർ മറ്റൊരു വാഹനത്തിൽ വന്നിറങ്ങി. ആ വന്നിറങ്ങിയപ്പോൾ LDF എടുത്തിരിക്കുന്ന തീരുമാനം, പാർലമെൻ്ററി പാർട്ടി യോഗത്തിന് ശേഷം LDF എടുത്തിരിക്കുന്ന തീരുമാനം അവരെ അറിയിക്കാൻ ബഹുമാനപ്പെട്ട മുനിസിപ്പൽ ചെയർമാൻ അവരുടെ അടുത്തേക്ക് ചെല്ലുകയും മാറിയിരുന്ന് സംസാരിക്കാം എന്ന് പറയുകയും അതിനുശേഷം മുനിസിപ്പൽ ചെയർമാൻ്റെ വണ്ടിയിൽ തന്നെ തൊട്ടടുത്ത് 200 മീറ്റർ അടുത്തുള്ള CPM-ന്റെ പാർട്ടി ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് പോവുകയും അവിടെ വച്ച് ഈ അവിശ്വാസ പ്രമേയ ചർച്ചയിൽ പങ്കെടുക്കേണ്ടതില്ല എന്നതാണ് LDF-ന്റെ തീരുമാനം എന്നുള്ള കാര്യം അവരെ അറിയിക്കുകയും അവിടെ നിന്ന് ഉച്ചഭക്ഷണമൊക്കെ കഴിച്ച് വൈകുന്നേരം ഓഫീസ് ടൈം കഴിയുമ്പോൾ ഈ അവിശ്വാസ പ്രമേയത്തിൽ പങ്കെടുക്കേണ്ടതുള്ള തീരുമാനം നടപ്പാക്കിയതിന് ശേഷം അവർ പുറത്തു പോവുകയാണ് ചെയ്തത്. ഏതെങ്കിലും തരത്തിൽ അവർക്കെതിരെ യാതൊരു തരത്തിലുള്ള അതിക്രമമോ ആക്ഷേപമോ അവിടെ ഉണ്ടായിട്ടില്ല. വൈകുന്നേരം പോകുമ്പോഴും വളരെ സന്തോഷവതിയായിട്ട് തന്നെയാണ് ഏരിയ കമ്മിറ്റി ഓഫീസിൽ നിന്ന് സഖാവ് കലാരാജു പുറത്തേക്ക് പോയിട്ടുള്ളത്. അതിനുശേഷം അവിടെ ഏതോ ആശുപത്രിയിൽ അഡ്മിറ്റായതായും ഗവൺമെൻറ് ആശുപത്രിയിൽ അഡ്മിറ്റാക്കി. ആ ഗവൺമെൻറ് ആശുപത്രിയിൽ വുഡ് സർട്ടിഫിക്കറ്റ് ഉണ്ട്. ഏതെങ്കിലും തരത്തിൽ ഇത്തരത്തിൽ കാല് വണ്ടിയുടെ ഡോറിൻ്റെ ഇടയിൽ വെച്ച് ചതച്ചെങ്കിലും, മുടിയിൽ പിടിച്ച് വലിച്ച് കഴുത്തിൽ പിടിച്ച് ഞെക്കിയെങ്കിലും, കഴുത്തിൽ മാന്തിയെങ്കിലും, മറ്റേതെങ്കിലും തരത്തിൽ ഉപദ്രവമുണ്ടെങ്കിൽ ആ ഗവൺമെൻറ് ആശുപത്രിയിൽ ഡോക്ടർമാർ പരിശോധിച്ച് കൊടുത്തിരിക്കുന്ന മുറിവ് സർട്ടിഫിക്കറ്റ്, വുഡ് സർട്ടിഫിക്കറ്റിൽ അവ രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. ഞാൻ മനസ്സിലാക്കുന്നത് അത്തരത്തിൽ ഒരു മുറിവും അല്ലെങ്കിൽ ഒരു തരത്തിലും ഒരു പരാതി ഡോക്ടറോട് പറഞ്ഞിട്ടില്ല എന്നതാണ് മനസ്സിലാക്കുന്നത്. അതിനുശേഷം UDF-ന്റെ MLA, ആ മണ്ഡലവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത മൂവാറ്റുപുഴയിലെ MLA മാത്യു കുഴൽനാടൻ അവിടെ വന്ന് ചില പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും ഈ സഖാവ് കലാരാജുവിനെ തൊട്ടടുത്തുള്ള ഹോസ്പിറ്റൽ, തൊട്ടടുത്തല്ല, എറണാകുളം പട്ടണത്തിലുള്ള ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റലിലേക്ക് ഒരു 10-40 കിലോമീറ്റർ ദൂരെയുള്ള ഹോസ്പിറ്റലിലേക്ക് മാറ്റുകയും അവിടെ അഡ്മിറ്റ് ആവുകയും ചെയ്തു. ഇത് കൃത്യമായി UDF പ്ലാൻ ചെയ്ത, ജില്ലാ കോൺഗ്രസ് നേതൃത്വം പ്ലാൻ ചെയ്ത രാഷ്ട്രീയ നാടകം, ആ നാടകത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു ആരോപണമാണ്. ഇവിടെ LDF-ന്റെ നേതാക്കന്മാരോ പ്രവർത്തകരോ ഒരു കലാപവും സൃഷ്ടിച്ചിട്ടില്ല. ഞങ്ങളുടെ രാഷ്ട്രീയ തീരുമാനം നടപ്പാക്കി ഞങ്ങൾ ഈ അവിശ്വാസ പ്രമേയത്തോട് സഹകരിക്കേണ്ടതില്ല എന്ന ഞങ്ങളുടെ ഞാൻ ആദ്യഘട്ടത്തിൽ അങ്ങോട്ട് ഒരു ചോദ്യവും തിരികെ ചോദിക്കുന്നില്ല. അടുത്തൊരു അബിൻ വർക്കി,
സഖാവ് എന്നാണ് ശ്രീമതി കലാരാജുവിനെ ഇപ്പോഴും അഡ്വക്കേറ്റ് KS അരുൺകുമാർ അഭിസംബോധന ചെയ്യുന്നത്. ഇപ്പോൾ ശ്രീമതി കലാരാജു വിവരിച്ചു നൽകിയ ഒരു വലിയ അനുഭവ ചരിത്രവും അഡ്വക്കേറ്റ് KS അരുൺകുമാർ പറഞ്ഞ കാര്യങ്ങളും തമ്മിൽ ഇത് രണ്ട് ലോകമാണ്, ഒരു ബന്ധവുമില്ല. ഇപ്പോൾ കലാരാജു അവിടെ നിന്ന് പോയതിനു ശേഷം ഈ കൗൺസിലർ തട്ടിക്കൊണ്ടുപോയി എന്ന് പറഞ്ഞുകൊണ്ട് UDF അവിടെ വലിയ പ്രതിഷേധത്തിലുണ്ട്, അഭിനവർക്ക് അവിടെ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ആരോപണം പ്രാഥമികമായി കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നത്? തീർച്ചയായിട്ടും ഇപ്പോൾ ശ്രീ KS അരുൺകുമാർ ഇവിടെ പറയുന്നത് ഈ ചർച്ചയിൽ നമ്മളോടൊപ്പം ഇരിക്കുന്ന കലാരാജുവിനെ കുറിച്ചാണ്. കലാരാജുവാണ് ആദ്യം സംസാരിച്ചത്. ഈ പട്ടിയെ പേപ്പട്ടിയാക്കുക എന്നുള്ളത് ഇതാണ് ഏറ്റവും വലിയ ഉദാഹരണം. കാരണം ഒരാൾ താങ്കൾ പറയുന്ന വ്യക്തിയാണ് പറഞ്ഞത് CPM ആണ് എന്നെ തട്ടിക്കൊണ്ടുപോയത്, എന്നിട്ട് താങ്കൾ ഇവിടെ ഇരുന്ന് പറയുകയാണ് ഞങ്ങൾ ആരെയും തട്ടിക്കൊണ്ടുപോയത്. എന്താ വിരോധാഭാസമാണ് ഈ പറയുന്നത്? എന്ത് ലോജിക്കാണ് ഈ പറയുന്നത്? ഇത് നാട്ടുകാരെ പറ്റിക്കാനാണ്. നിങ്ങൾ എന്താ വിചാരിക്കുന്നത്? ഈ കാണുന്നവർ പൊട്ടന്മാരാണെന്നാണോ വിചാരിക്കുന്നത്? ഇത് അനുഭവിച്ച വ്യക്തി വന്നിവിടെ നേരിട്ട് പറയുകയാണ് എന്നെ തട്ടിക്കൊണ്ടുപോയി, എന്നെ ആക്രമിച്ചു, ഞാൻ വോട്ട് ചെയ്യാൻ വന്നതാണ്, എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറി, എന്നെ വസ്ത്രാക്ഷേപം നടത്താൻ ശ്രമിച്ചു. ഇതൊക്കെ ന്യായീകരിക്കാൻ അപ്പുറവശത്ത് നിന്ന് ഇരിക്കണമെങ്കിൽ ഒരു മിനിമം ഉളുപ്പ് വേണ്ടേ ശ്രീ അരുൺകുമാറെ? വേറെ എന്തെങ്കിലും ഒരു ന്യായീകരണം പറ, ഒരു മര്യാദയുണ്ടല്ലോ. ഇത് ഒരാൾ അനുഭവിച്ച ആള് ആദ്യം വന്ന് ഇത് മുഴുവൻ വിവരിച്ചിട്ട് അതിന് നേരെ വിപരീതമായി ഒരു വിചിത്രമായ ന്യായവാദം ഉന്നയിക്കാൻ ഇവർക്കല്ലാതെ എന്ത് സാധിക്കും? ഇതെന്താ സംഭവിച്ചേ? അവിശ്വാസ പ്രമേയത്തിൽ CPM പങ്കെടുക്കുന്നില്ല എന്ന് പാർലമെന്ററി പാർട്ടി തീരുമാനിച്ചു എന്നാണ് അവർ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ കലാരാജു അതിൽ പങ്കെടുക്കാൻ വന്നപ്പോൾ എന്താ മനസ്സിലാക്കേണ്ടത്? അവർ UDF വോട്ട് ചെയ്യാൻ വന്നതാണ്, അവർ CPM-നെതിരാണ്. എന്താ അതിനകത്ത് സംശയം? അപ്പോൾ അതിനകത്ത് അത് തടയാനാണ് CPM വന്നത്. അത് കണ്ടിട്ട് തന്നെയാണ് അവിടെ ഈ പാർലമെന്ററി പാർട്ടി യോഗം ചേരുന്നതിനടക്കമുള്ള 4 ദിവസങ്ങളിൽ കലാരാജു ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ആ തീരുമാനം അറിയിക്കാൻ അവരുടെ അടുത്തേക്ക് പോയി എന്നാണ് പറയുന്നത്. അങ്ങനെയല്ലല്ലോ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് ഇന്ന് വന്ന ന്യായീകരണമല്ലേ? ഇന്നലെ വരെ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താ? തട്ടിക്കൊണ്ട് പോയിട്ടില്ല, ഞങ്ങൾ അവിടെ വന്നിട്ടില്ല, ഞങ്ങളുടെ 13 കൗൺസിലർമാരും അങ്ങോട്ട് പങ്കെടുക്കണ്ട എന്നാണ് തീരുമാനിച്ചത് എന്നല്ലേ ഇന്നലെ പറഞ്ഞത്. ഞാൻ പറയട്ടെ ശ്രീ അരുൺകുമാർ, ഞാൻ ഈ സ്ഥലത്തുണ്ടായിരുന്ന വ്യക്തിയാണല്ലോ, എനിക്കറിയാലോ നിങ്ങളുടെ ആളുകൾ എന്തൊക്കെയാ പറഞ്ഞതെന്ന്. ഇവിടെ വന്ന് കേട്ടുകേൾവിയല്ലേ, ഞാൻ നേരിട്ട് കേട്ട കാര്യമാണ് പറയുന്നത്. നിങ്ങളുടെ വൈസ് ചെയർമാനായ സണ്ണി കുര്യാക്കോസ് ആദ്യം മുതൽക്ക് പറഞ്ഞതെന്താ? 13 കൗൺസിലർമാർ അവർ വരണ്ട എന്ന് തീരുമാനിച്ചു. കലാരാജു അവിടെ വന്നോ ഇല്ലയോ എന്ന് ഞങ്ങൾക്ക് അറിയില്ല. ഏരിയ കമ്മിറ്റി ഓഫീസിലാണ് അവരുള്ളത്. ഇന്നാണ് പുതിയ ന്യായീകരണം വന്നത്, ഞങ്ങൾ ഈ വിവരം ഒന്ന് പറയാൻ വേണ്ടി വന്നതാണ് എന്നുള്ളത്. കലാരാജു അവിടെ വന്നത് വോട്ട് ചെയ്യാനാണ് എന്ന് അവർ പറയുന്നില്ലേ? അത് കഴിഞ്ഞിട്ട് അവർ നേരിട്ട് എന്താ? അവർ വളരെ ലൈറ്റായിട്ടാണ് പറഞ്ഞത്. എന്താണെന്നറിയോ? വസ്ത്രാക്ഷേപം നടത്താൻ ശ്രമിച്ചു. എങ്ങനെയാ ശ്രമിച്ചതെന്നറിയോ? അവർ ഇറങ്ങി വന്നപ്പോൾ അവർക്ക് മൂവ് ചെയ്യാൻ പറ്റാത്തവണ്ണം സാരി ഉടുക്കുന്ന ആളുകൾ, അത് നിങ്ങൾക്കറിയാമല്ലോ, അവരുടെ സാരി കുത്ത് പിടിച്ചു വലിച്ചു. ആര്? മകന്റെ പ്രായമുള്ള ഒരു DYFIക്കാരൻ. എന്തിന്? അവർ മൂവ് ചെയ്യാതിരിക്കാൻ വേണ്ടി. അത് കഴിഞ്ഞിട്ട് ചെയ്തത് എനിക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. ശ്രീ കലാരാജു എന്ന് പറഞ്ഞു. എന്താണ്? അതിൻ്റെ ഉള്ളിലെ പാവാടയുടെ ചരട് വലിച്ചു പൊട്ടിച്ചു. ആര്? ഈ DYFIക്കാരൻ. എന്തിന്? മുന്നോട്ട് ചലിക്കാതിരിക്കാൻ വേണ്ടി. ഈ മാതിരി തോന്നിവാസവും ഈ മാതിരി പോക്കിരിത്തരവും കാണിച്ചിട്ട് ന്യായീകരിക്കാൻ വന്നിരിക്കുന്നു. എന്നിട്ട് ഞങ്ങൾ ഈ കലാരാജുവിനെ തട്ടിക്കൊണ്ടുപോയി ഞങ്ങൾ ആ പോലീസ് സ്റ്റേഷനിൽ കുത്തിയിരുന്നു. ഞങ്ങൾ മാത്രമാണോ കുത്തിയിരുന്നത്? 2 മക്കൾ, കലാരാജുവിന്റെ 2 മക്കളവിടെ കുത്തിയിരുന്നു. ഈ പോലീസ്, മൂവാറ്റുപുഴ പോലീസ് DYSPയുടെ നേതൃത്വത്തിൽ ഹൈക്കോടതി പോലീസ് പ്രൊട്ടക്ഷന് ഓർഡർ ഇട്ടു. ആ DYSPയുടെ നേതൃത്വത്തിലാണ് ഈ തട്ടിക്കൊണ്ടുപോകാനുള്ള സജ്ജീകരണം. സംഭവ വികാസങ്ങൾ മുഴുവൻ നടക്കുമ്പോൾ, മാധ്യമങ്ങളടക്കം വാർത്ത കൊടുക്കുമ്പോഴൊക്കെ അതിനുശേഷം വൈകുന്നേരവും ശ്രീമതി കലാരാജു ഏരിയ കമ്മിറ്റി ഓഫീസിൽ നിന്ന് ഒരു സഖാവായി തന്നെ ഇറങ്ങിപ്പോയി എന്നാണ് അഡ്വക്കേറ്റ് KS അരുൺകുമാർ നേരത്തെ പറഞ്ഞതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അഡ്വക്കേറ്റ് അബിൻ വർക്കിയിലേക്ക് ഞാൻ വരാം. ശ്രീമതി കലാരാജു, അങ്ങ് പറഞ്ഞതും അഡ്വക്കേറ്റ് അരുൺകുമാർ പറഞ്ഞതും തമ്മിൽ ഒരു തരത്തിലും ചേർത്ത് വെക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ല. അങ്ങയുടെ മക്കളടക്കം UDFന്റെ പ്രവർത്തകരടക്കം എല്ലാവരും അവിടെ സമരമിരിക്കുകയും ഉപരോധമിരിക്കുകയും ചെയ്യുന്ന സമയത്ത് അങ്ങ് ഏരിയ കമ്മിറ്റി ഓഫീസിൽ അച്ചടക്കമുള്ള പ്രവർത്തകയായി തുടരുകയായിരുന്നോ? ഞാൻ അച്ചടക്കമുള്ളൊരു പ്രവൃത്തിയാണെന്നുള്ളത് അത് എൻ്റെ മര്യാദ. ഞാൻ ഏരിയ കമ്മിറ്റി ഓഫീസിൽ മര്യാദയായിട്ട് ഇരുന്നെങ്കിൽ അത് എൻ്റെ മര്യാദയുടെ ഭാഗം. അവർ ചെയ്ത പോലെ അല്ല ഞാൻ ചെയ്തത്. ഞാൻ അച്ചടക്കമുള്ള പ്രവർത്തക തന്നെയാണെന്ന് ഇപ്പം മാഡം പറഞ്ഞല്ലോ, അത് തന്നെയാണ്. ഞാൻ പാർലമെൻ്ററി പാർട്ടിയിൽ ഞാൻ പങ്കെടുത്തില്ല എന്ന് പറയുന്നത്. ഈ നമുക്ക് അവിശ്വാസത്തിൻ്റെ നോട്ടീസ് കിട്ടി. പാർലമെൻ്ററി പാർട്ടി 2 തവണ വിളിച്ചപ്പോഴും ഞാൻ അവിടെ ചെന്നയാളാണ്. അന്നൊന്നും പാർട്ടി ഈ തീരുമാനം നമ്മളോട് പറഞ്ഞിരുന്നില്ല. അതിനുശേഷം അവർക്കറിയാം, ഇവരോട് വ്യക്തമായി ഞാൻ പറഞ്ഞിരുന്നതാണ്. എൻ്റെ അമ്മ വീണ് ഇടുപ്പല്ല് പൊട്ടി ഓപ്പറേഷൻ ചെയ്ത് പാലാ മെരിയൻ മെഡിക്കൽ സെൻറ്ററിൽ കിടക്കുകയാണ്.
ഞാൻ അവിടെയായിരുന്നു. അവിടെ നിന്നപ്പോൾ തന്നെയാണ് ചേച്ചിയുടെ മദറിലോ മരിച്ചതായിട്ട് എനിക്ക് വിവരം കിട്ടിയത്. ഞാൻ അങ്ങോട്ട് എറണാകുളത്ത് തന്നെയാണ് ആ സംഭവം. ഞാൻ എറണാകുളത്തുണ്ടായിരുന്നു. അപ്പം ഞാൻ ഈ മൃതദേഹം ദഹിപ്പിക്കുന്ന സമയത്തൊക്കെ ഒരുപക്ഷെ അവർക്ക് എന്നെ വിളിച്ച് കോണ്ടാക്ട് ചെയ്യാൻ പറ്റിക്കാണില്ല. പക്ഷേ തലേദിവസം എടുത്ത തീരുമാനമായിരുന്നു അത്. ഞാൻ ശരിക്കും അറിഞ്ഞിട്ടില്ല തലേദിവസം. കാരണം ഞാൻ കൂത്താട്ടുകുളത്ത് ഇല്ലായിരുന്നു. ഞാൻ എറണാകുളത്ത് ഈ ഒരു സംഭവത്തിലായിരുന്നു ഞാൻ. അതുകൊണ്ടാണ് ശരിക്കും ഇവര് പറയുന്നത് യുഡിഎഫിന് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്താനായിരുന്നു. അതെനിക്ക് വ്യക്തമായൊരു തീരുമാനം ഉണ്ടായിരുന്നു. കാരണം ഞാൻ പിന്നെ നമ്മുടെ ബ്രാഞ്ച് സമ്മേളനത്തിൽ എനിക്കുണ്ടായ ഒരു ബുദ്ധിമുട്ടിനെ കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു. എനിക്ക് ഹസ്ബൻഡ് 2021 കോവിഡ് മൂലം മരണപ്പെട്ട ഒരു വ്യക്തിയാണ്. അപ്പോൾ എനിക്കുണ്ടായ കുറേ മാനസികമായി ബുദ്ധിമുട്ടുണ്ടാക്കുന്നതും സാമ്പത്തികമായി ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കുറേ സംഭവങ്ങൾ ഞാൻ അത് കൂത്താട്ടുള്ള ഫാർമേഴ്സ് ബാങ്കുമായി ബന്ധപ്പെട്ട കൂത്താട്ടുള്ള ഫാർമേഴ്സ് ബാങ്കിലെ അന്നിരുന്ന പ്രസിഡന്റ് ഇപ്പോഴത്തെ മുനിസിപ്പൽ വൈസ് ചെയർമാനാണ്. അദ്ദേഹവുമായി ബന്ധപ്പെട്ട് എനിക്കൊരു പരാതി ഉണ്ടായിരുന്നെ. ബ്രാഞ്ച് യോഗത്തിൽ ഉന്നയിച്ചു എന്നൊരു തെറ്റ് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ആ തെറ്റിനെ ആസ്പദമാക്കിയാണ് ഇത്രയും സംഭവ വികാസങ്ങൾ ഉണ്ടായിരിക്കുന്നത്. ഈ പരാതി ആ ബ്രാഞ്ചിൽ ഉന്നയിച്ചു എന്ന കാരണത്താൽ എന്നോട് വളരെ നികൃഷ്ടമായ രീതിയിലാണ് ഈ ഭരണകർത്താക്കൾ ഇടപെട്ടുകൊണ്ടിരുന്നത്. 4 മാസക്കാലം ഞാൻ അവിടെ മാനസികമായ പീഡനത്തിൽ കൂടെ തന്നെയാണ് കടന്നുപോയത്. അതിന് എനിക്ക് റിയാക്ട് ചെയ്യാൻ ഞാനും ഒരു സ്ത്രീയാണ്, ഒരു പാർട്ടി പ്രവർത്തകയാണല്ലോ, എനിക്കും ഒരു മനസ്സുണ്ട്. ഞാൻ അവിടെ വന്നിറങ്ങിയത് ഞാൻ ഉള്ളിൽ കയറിയതിന് ശേഷമല്ലേ ഞാൻ ആർക്ക് അനുകൂലിക്കണമെന്ന് എൻ്റെ ഒരു തീരുമാനമല്ലേ അത്. അതിനകത്തോട്ട് പോകാനായിട്ട് എനിക്കൊരു അവസരം തന്നില്ലല്ലോ. ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ എന്നെ അടിച്ച് മുടിക്കുത്തി. അത് ശരിക്കും വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ട്. ഒരു 18 വയസ്സ് പോലും പ്രായമാകാത്ത ഒരു പയ്യനാണ് എൻ്റെ സാരിയുടെ, അതായത് ഒരു കോൺഗ്രസ് പ്രവർത്തക വന്നപ്പോൾ ഞാനത് കാണിച്ചു കൊടുത്തിട്ട് തന്നെയാണ്. ഇപ്പം വേണമെങ്കിൽ അവരതിനെ അപ്പം ഇവർ ചെയർപേഴ്സൺ പറഞ്ഞതനുസരിച്ച് എന്നെ ഹറാസ് ചെയ്ത് സംസാരിച്ച് ഞാനൊരു സ്വഭാവ ശുദ്ധിയില്ലാത്ത സ്ത്രീയാണെന്നുള്ള രീതി മാനസികമായിട്ട് എന്നെ ഒത്തിരി ഹർട്ട് ചെയ്തു. അവർ നിന്റെ പാവാടയുടെ വള്ളി പൊട്ടിയത് എങ്ങനെയാണെന്ന് വേണമെങ്കിൽ അവർ ചോദിക്കും. അവരറിഞ്ഞത് എങ്ങനെയാണെന്ന് ചോദിക്കും മീഡിയ. ഒരു കോൺഗ്രസ് പ്രവർത്തക തന്നെ ആണ് എന്നെ എക്സ്റേ എടുക്കാൻ നേരത്ത് എൻ്റെ വസ്ത്രം ഇതിപ്പോൾ ഇതെന്താണ് പറ്റിയതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു വലിച്ച് പൊട്ടിച്ച പുതിയ പാവാടയായിരുന്നു, വലിച്ചവർ പൊട്ടിച്ചതാണ്. അപ്പോൾ എൻ്റെ സാരി കുത്തഴിഞ്ഞു പോയപ്പോഴാണ് ഞാനത് പിടിച്ചുകൊണ്ട് എനിക്ക് എങ്ങനെയും അവിടെ നിന്ന്, കാരണം ഒരു സമൂഹ മധ്യത്തിൽ ഒരു ജനപ്രതിനിധി പിന്നെ അങ്ങനെ ഒരു അവസ്ഥയിൽ നിൽക്കേണ്ടി വരിക എന്ന് പറഞ്ഞാൽ അത് വളരെ, കാരണം സ്ത്രീത്വത്തെ സംരക്ഷിക്കേണ്ട ഒരു പാർട്ടിയാണ് ഇത്. എന്ത് തന്നെ ആവട്ടെ, ഞാനൊരു പിന്നെ എൻ്റെ ഒരു അഭിപ്രായം രേഖപ്പെടുത്താനാണ് ഞാൻ അവിടെ എത്തിയത്. ഒരു നിമിഷം ഞാൻ അങ്ങേലേക്ക് വരാം. ഒറ്റ കാര്യം കൂടി ഞാൻ അങ്ങോട്ട് ചോദിച്ചോട്ടെ. അഡ്വക്കേറ്റ് അബിൻ വർക്കി ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ, അങ്ങേ ഉപദ്രവിക്കുന്നതുമായി ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ അങ്ങ് കോൺഗ്രസ് പ്രവർത്തകരോട് പങ്കുവെച്ച വിവരങ്ങളാണല്ലോ അല്ലേ? അതെ, ശരി, ഓക്കെ. ഞാൻ അങ്ങേലേക്ക് വരാം. അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ, നമ്മുടെ ഈ ചർച്ചയുടെ വലതുഭാഗത്ത് ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്നത് ഈ പറയുന്ന കലാരാജു ആ ഒരു വലിയ ക്രൗഡിനിടയിൽ നിന്ന് അവർ വലിയ അതിക്രമം നേരിടുന്നതുമായി ബന്ധപ്പെട്ടാണ്. പ്രൊഡ്യൂസർ ആ വിഷ്വൽ കാണിക്കൂ. അപ്പോൾ ആ ദൃശ്യം, അത്രയും ആളുകൾ എന്തിനാണ് ഒരു നഗരസഭയുടെ അവിശ്വാസ പ്രമേയവുമായി ബന്ധപ്പെട്ട് അവിടെ ഉണ്ടാകുന്നത് എന്നുള്ളത്. അതിനിടയിൽ ഒരാൾ പെട്ടുപോവുകയാണ്, അവർക്ക് അതിക്രമം നേരിടേണ്ടി വരുന്നുണ്ട്. അവരവിടെ നിന്ന് ആ വാഹനത്തിൽ അതിനുള്ളിൽ അവിടെ പുറത്തേക്ക് പോകുന്നത് കാണാൻ കഴിയുന്നുണ്ട്. ഇതൊന്നും സംഭവിച്ചില്ല എന്ന്, ശരി, ഇതൊന്നും സംഭവിച്ചില്ല എന്ന് അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ എങ്ങനെയാണ് പറയാൻ കഴിയുക? അവരൊരു അതിക്രമത്തിനും ഇരയായില്ല എന്ന് അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ നേരത്തെ പറഞ്ഞത് ആരുടെ സാക്ഷ്യപ്രകാരമാണ്? അല്ല, ഞാൻ പറയാം. ഇവിടെ ഈ കോൺഗ്രസിന്റെ പ്രതിനിധി വളരെ വൈകാര്യമായി അല്ലെങ്കിൽ വികാരഭരിതനായിട്ട് അങ്ങ് ആക്രോശിക്കുകയാണ്. അദ്ദേഹവും സ്ഥലത്തുണ്ടായിരുന്നു, കോൺഗ്രസിന്റെ മൂവാറ്റുപുഴ MLA സ്ഥലത്തുണ്ടായിരുന്നു. അത് നമുക്കറിയാം. DCC പ്രസിഡന്റ് അടക്കം ജില്ലാ കോൺഗ്രസ് നേതൃത്വം മുഴുവൻ സ്ഥലത്തുണ്ടായിരുന്നു. ഈ അബിൻ വർക്കിക്ക് എന്താ കൂത്താട്ടുകുളം അവിശ്വാസ പ്രമേയത്തിൽ ചർച്ച? എന്താണ് റോൾ അവിടെ? നിയോജകമണ്ഡലം വേറെ. ഒറ്റ മിനിറ്റ് ഞാൻ പറയട്ടെ. ഇങ്ങനെ ഒച്ചപ്പാടുണ്ടാക്കാനാണെങ്കിൽ അബിൻ നിങ്ങളെക്കാളും കൂടുതൽ ആവശ്യമില്ല എനിക്ക്. എന്റെ നിയോജകമണ്ഡലത്തിലെ വോട്ടറായ എനിക്ക്, ഈ പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട ഭാരവാഹിയായ എനിക്ക് കൂത്താട്ടുകുളം മുനിസിപ്പാലിറ്റിയിലെ അവിശ്വാസ പ്രമേയത്തിൽ എന്താണെന്ന് കാര്യം എന്ന് താങ്കളെ ബോധിപ്പിക്കേണ്ട കാര്യം. അരുൺ പറഞ്ഞുകൊണ്ടിരിക്കല്ലേ? അരുൺ തുടരും.
അല്ല, അദ്ദേഹം ഇങ്ങനെ ഒച്ചപ്പാടുണ്ടാക്കാനാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഇന്നത്തെ എല്ലാ ചാനൽ ചർച്ചകളിലും കോൺഗ്രസിന്റെ പ്രതിനിധികളുടെ ലക്ഷ്യം ഇതാണ്. അതുകൊണ്ട് അത്തരം ഒച്ച വന്നാൽ ഞാൻ നിർത്തുന്നേ ഉള്ളൂ. കാരണം എനിക്ക് അത്തരത്തിൽ കൂടുതൽ ഒച്ചയുണ്ടാക്കി ജനങ്ങളെ ബോധ്യപ്പെടുത്തണമെന്നില്ല. കാരണം ഇവിടെ അബിൻ വർക്കി ആ മണ്ഡലത്തുകാരനായിരിക്കാം, പക്ഷേ ഈ കൂത്താട്ടുകുളം മുനിസിപ്പാലിറ്റിയിൽ അദ്ദേഹത്തിന് എന്താണ് റോൾ എന്നാണ് ഞാൻ ചോദിച്ചത്. കിലോമീറ്ററുകൾ മണിക്കൂർ യാത്ര ചെയ്താലും അവിടെ എത്തൂലാത്ത മുഹമ്മദ് ഷിയാസിന് രാവിലെ 10 മണിക്ക് അവിശ്വാസ പ്രമേയം തുടങ്ങുന്നതിന് 1 മണിക്കൂർ മുമ്പ് ഈ മുനിസിപ്പാലിറ്റിയുടെ ഗേറ്റിംഗ് എന്താണ് റോള്? മൂവാറ്റുപുഴത്തെ MLA, അവിടെ പിറവത്തെ MLA മാറിയിക്കട്ടെ, മൂവാറ്റുപുഴത്തെ MLA മാത്യു കുഴലിനാണ് രാവിലെ 10 മണിക്ക് ഈ മുനിസിപ്പാലിറ്റിയുടെ ഗേറ്റിംഗ് മുമ്പിൽ എന്താണ് റോള്? ജില്ലയിലെ കോൺഗ്രസ്സുകാർ 2000-ഓളം പേരാണ് അവിടെ സംഭവിച്ചത്. നേതാക്കൾ അവിടെ എത്തിയിട്ടുണ്ടാകാം, ആയിരക്കണക്കിന് പേർ അവിടെ വന്നിട്ടുണ്ട്. അതിനിടയിൽ ഒരു ജനപ്രതിനിധി, അവിടെ വോട്ട് ചെയ്യേണ്ട ജനപ്രതിനിധിക്ക് അതിക്രമം നേരിട്ടു എന്നതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നതിന്റെ വലതുഭാഗത്ത് കാണാൻ കഴിയുന്നത്. അവർക്ക് അതിക്രമം നേരിട്ടിട്ടില്ല എന്ന് അരുൺകുമാർ നേരത്തെ പറഞ്ഞില്ലേ, അതെന്തുകൊണ്ട് എന്നാണ് ഞാൻ ചോദിച്ചത്. ഞാൻ അതിൽ ഉറച്ചു നിൽക്കുന്നു. ഞാൻ പറയട്ടെ, ആദ്യം കോൺഗ്രസിന്റെ വക ഒരു സംഭാവന, പിന്നെ ആങ്കറുടെ വക മറ്റൊരു സംഭാവന പറയാൻ അനുവദിക്കുക. ഞാൻ നിങ്ങൾ പറയുന്നത് കേട്ടുകൊണ്ട് വളരെ സൗമ്യ സ്വഭാവത്തോടെ തന്നെയാണ് ഈ ചർച്ചയിൽ തുടരുന്നത്. അവിടെ ആദ്യം തെറ്റിദ്ധരിപ്പിക്കാൻ കോൺഗ്രസിന്റെ പ്രതിനിധി ശ്രമിച്ചു. എന്താ, 2 പാർലമെന്ററി പാർട്ടി യോഗത്തിലും പങ്കെടുത്ത ഒരാളെ ഈ ചർച്ചയിൽ അല്ലെങ്കിൽ ഈ അവിശ്വാസ പ്രമേയ ചർച്ചയിൽ പങ്കെടുക്കേണ്ടതില്ല എന്ന CPM-ന്റെ തീരുമാനം അവർ നേരത്തെ അറിഞ്ഞല്ലോ. പിന്നെ CPM-ന്റെ പ്രതിനിധി പറയുന്നത് തെറ്റല്ലേ എന്ന്. ഇവിടെ 13-ാം തീയതി ആദ്യത്തെ യോഗം നടന്നു. ആ 13-ാം തീയതി ഈ സഖാവ് കലാരാജു ആ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ പങ്കെടുത്തിരുന്നു. ആ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ പങ്കെടുക്കുമ്പോൾ ഈ അവിശ്വാസ പ്രമേയ ചർച്ച ബഹിഷ്കരിക്കണമെന്നുള്ള തീരുമാനം LDF എടുത്തിരുന്നില്ല. ആ ചർച്ചയുടെ ഭാഗമായി പങ്കെടുക്കണമെന്ന് തന്നെയാണ് തീരുമാനിച്ചത്. അതിനുശേഷം 17-ാം തീയതി പാർലമെന്ററി പാർട്ടി യോഗം ചേർന്നു. പക്ഷെ 17-ാം തീയതി കലാരാജുവിനെ പറ്റി ഒരു അറിവുമില്ല. 15-ാം തീയതി മുതൽ ഇവരെ എവിടെയാണ്, ഈ സഖാവ് എവിടെയാണെന്നുള്ള ധാരണ ആർക്കുമില്ല. അപ്പൊ അതുകൊണ്ട് 2ാമത്തെ യോഗത്തിലെടുത്ത തീരുമാനം കലാരാജു അറിഞ്ഞിട്ടില്ല. ഈ തീരുമാനം പറയാൻ വേണ്ടിയിട്ടാണ് ഒരു വാഹനത്തിൽ ഇവർ വന്നിറങ്ങിയപ്പോൾ തന്നെ മുനിസിപ്പൽ ചെയർമാൻ അടുത്തേക്ക് ചെന്നത്. ആ മുനിസിപ്പൽ ചെയർമാൻ ഇത് പറയാൻ, നമുക്ക് 1-2 കാര്യം പറയാനുണ്ട്, ഞങ്ങളുടെ തീരുമാനം പറയാനുണ്ടെന്ന് പറഞ്ഞു മാറ്റിയപ്പോൾ തന്നെ കോൺഗ്രസിന്റെ പ്രവർത്തകരാണ് വളഞ്ഞ് അവർ അവിടെ മുനിസിപ്പൽ ചെയർമാന്റെ വാഹനത്തിൽ കയറുന്നത് തടഞ്ഞത്. ആ ദൃശ്യം സൂക്ഷ്മമായി പരിശോധിച്ചാൽ അങ്ങേക്ക് മനസ്സിലാകും. അവിടെ സഖാവ് കലാരാജുവിനെ മുനിസിപ്പൽ ചെയർമാനായിട്ടുള്ള വിജയ ശിവൻ അടുത്തുപോയി സംസാരിക്കുന്നതും മാറി നിന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞ് വാഹനത്തിന്റെ അടുത്തേക്ക് പോകുമ്പോൾ ആരാണ് തടയാൻ ശ്രമിച്ചത്? ആരാണ് വാഹനത്തിൽ കയറാൻ അനുവദിക്കാതിരുന്നത്? ആ സമയത്ത് ബലമായി വാഹനത്തിലേക്ക് പോയി കയറി 200 മീറ്റർ അടുത്തുള്ള പാർട്ടി ഓഫീസിലേക്കാണ് പോയത്. അവിടെ ഇരുന്ന് ചായ കുടിച്ചു, ഭക്ഷണം കഴിച്ചു, വൈകുന്നേരം വരെ വളരെ സൗമ്യമായിട്ടിരുന്നു. സഖാവ് കലാരാജു പറഞ്ഞല്ലോ, അച്ചടക്കമുള്ള പ്രവർത്തകയാണ്, മര്യാദയോടെ പ്രവർത്തിച്ചു. ഒരൊറ്റ കാര്യത്തിൽ വേണം ഇതിന്റെ സംഭാവനയായി പരിഗണിക്കരുത്. അങ്ങ് അതിന് ഉത്തരം പറഞ്ഞു എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇടപെടുന്നത്. പിന്നെ എന്തിനാണ് ശ്രീമതി കലാരാജു ഇതൊക്കെ പറയുന്നത്? അത് ചോദിക്കണം. വൈകിട്ട് 4:30 ഈ CPM-ന്റെ പാർട്ടി ഓഫീസിൽ നിന്ന് പുറത്തു പോകുമ്പോൾ പത്രക്കാരുണ്ടായിരുന്നു, പോലീസുകാരുണ്ടായിരുന്നു. ഒരു പരാതിയും സഖാവ് കലാരാജുവിനില്ല. അവിടെ ഗവൺമെന്റ് ആശുപത്രിയിൽ പോയി. പിന്നീട് ആ ഗവൺമെന്റ് ആശുപത്രിയിൽ ഡോക്ടർക്ക് കൊടുക്കുന്ന മൊഴി, പരിക്കു പറ്റിയെങ്കിൽ ഡോക്ടർ ആദ്യം ചോദിക്കുന്നത് എങ്ങനെ, എവിടെ വെച്ചു പരിക്കു പറ്റിയെന്നല്ലേ. ആ വൂണ്ട് സർട്ടിഫിക്കറ്റിൽ കൃത്യമായി അവ രേഖപ്പെടുത്തുമല്ലോ. ഇന്ന പരിക്കുകൾ ഉണ്ട്, ആര് എവിടെ വെച്ച് എങ്ങനെ പരിക്കേൽപ്പിച്ചു എന്ന് ഉള്ള കോളമുണ്ട്. അതിലും പറഞ്ഞിട്ടില്ല. അതിനുശേഷം കോൺഗ്രസ് ക്യാമ്പ് അവരുടെ കൃത്യമായിട്ടുള്ള ഗൂഢാലോചന നടത്തിയിട്ടുണ്ട്. ശ്രീ മാത്യു കുഴൽനാടന്റെ സ്ഥിരം ട്രിക്ക് അതിൽ ഉപയോഗിച്ചിട്ടുണ്ട്. പുറത്തുനിന്ന് വന്ന കോൺഗ്രസ് നേതാക്കന്മാർ വലിയ തരത്തിൽ പോലീസ് സ്റ്റേഷൻ മാർച്ചൊക്കെ നടത്തി വെല്ലുവിളിച്ച് നിന്നവർ ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി പലതരത്തിലുള്ള ട്രിക്കും ഗൂഢാലോചനയും നടന്നിട്ടുണ്ട്. അത് പരിശോധിക്കേണ്ടതാണ്. അത് പോലീസ് അന്വേഷിച്ച് കണ്ടുപിടിക്കട്ടെ. അവിടെ ഈ കാണിക്കുന്ന ദൃശ്യങ്ങളിലൊന്നും ഒരു CPM നേതാവും അവരെ മർദ്ദിക്കുന്നതായിട്ടില്ല. കലാരാജുവിനെ കാര്യങ്ങൾ പറഞ്ഞ് വാഹനത്തിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു. കോൺഗ്രസ് പ്രവർത്തകരാണ് അതിന് വിഘാതം നിന്ന് ഈ ബലപ്രയോഗം നടത്തിയത് എന്നുള്ളതാണ് അഡ്വക്കേറ്റ് അരുൺകുമാർ പറയുന്നത്. കലാരാജു പറഞ്ഞ കാര്യമല്ല ഞാൻ പറയുന്നത്. പിന്നീട് വൈകുന്നേരം 4 മണിക്ക് ഓഫീസിൽ നിന്ന് ഇറങ്ങിപ്പോയതിനു ശേഷം കോൺഗ്രസ് ഉണ്ടാക്കിയ നാടകമാണ് ഇത് മുഴുവൻ എന്നാണ് CPM-ന്റെ ആരോപണം. അതായത് ഒരു സാമാന്യ യുക്തിയെ, ബോധത്തെ ചോദ്യം ചെയ്യരുത്. അത് എനിക്കിപ്പോൾ ശ്രീ KS അരുൺകുമാറിന് ഇന്നത്തെ അവസ്ഥയെക്കുറിച്ച് അറിയാവുന്ന ഞാൻ കൂടുതൽ പറയുന്നില്ല. കാരണം ഇത് അഫക്റ്റഡ് ആയിട്ടുള്ള വ്യക്തി വന്ന് പറയുന്നതാണ് അപ്പുറ വശത്ത് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ആ അഫക്റ്റഡ് ആയിട്ടുള്ള വ്യക്തി, ഇനിയിപ്പോൾ ശ്രീ KS അരുൺകുമാർ പറഞ്ഞ പോലെ CHC-യിൽ അവിടെ മെഡിക്കൽ പരിരക്ഷയ്ക്ക് വേണ്ടി ചെന്നല്ലോ. അപ്പോൾ പോലീസിനൊരു FIR സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിരുന്നല്ലോ. എന്നാൽ സാർ ആ FIR സ്റ്റേറ്റ്മെൻറ്റ് ഒന്ന് വായിച്ചു നോക്കണം സാർ. ആ FIR സ്റ്റേറ്റ്മെൻറ്റിൽ ഈ കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞിട്ടുണ്ട്. താങ്കൾ ഈ പറഞ്ഞ ഡോക്ടർമാർ അവിടെ വന്ന് പരിശോധിക്കുമ്പോൾ തന്നെ പോലീസ് ചെന്നെടുത്ത FIR സ്റ്റേറ്റ്മെൻറ്റിൽ ഈ കാര്യം മുഴുവൻ പറഞ്ഞിട്ടുണ്ട്. അന്നേരം ഞങ്ങളാരും അവിടെ ഇല്ലല്ലോ. നിങ്ങളുടെ 2 കൗൺസിലർമാർ പുറത്ത് വെയിറ്റ് ചെയ്യുമ്പോഴാണ് ആ FIR സ്റ്റേറ്റ്മെൻറ്റ് എടുത്തു തുടങ്ങിയത്. അത് ശ്രീ അരുൺകുമാറിന് അറിയില്ലായിരിക്കും. ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം, ശ്രീ അരുൺകുമാർ
ഈ വിഷയമുണ്ടാകുമ്പോൾ ഞാനോ ഇല്ലെങ്കിൽ ശ്രീ മുഹമ്മദ് ഷിയാസോ ഇല്ലെങ്കിൽ ശ്രീ മാത്യു കുഴൽനാടനോ ആ മുനിസിപ്പാലിറ്റിയുടെ ഏരിയയിൽ എവിടെയെങ്കിലുമുള്ള ഒരു വിഷ്വൽ നിങ്ങൾക്ക് കാണിച്ചു തരാമോ? ഞങ്ങൾ വന്നത് എപ്പോഴാണ്? കലാരാജു എന്ന കൗൺസിലറെ തട്ടിക്കൊണ്ടുപോയ വിവരമറിഞ്ഞ് ഞങ്ങൾ അവിടെ എത്തി. പോലീസ് സ്റ്റേഷനിൽ ഞങ്ങൾ ഉപരോധം തീർത്തു. കലാരാജു എന്ന കൗൺസിലറെ കൊണ്ടെത്തിക്കാതെ ഞങ്ങൾ ഉപരോധം അവസാനിപ്പിക്കില്ല എന്ന് പറഞ്ഞു. സ്ഥലം MLA ആയ അനൂപ് ജേക്കബ് ഉണ്ടായിരുന്നു. DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് വന്നു. അവിടെ തന്നെ കലാരാജുവിൻ്റെ 2 മക്കൾ തട്ടിക്കൊണ്ടുപോയി കഴിഞ്ഞ് 1 മണിക്കൂറിന് ശേഷം CPM പ്രവർത്തകർ തട്ടിക്കൊണ്ടുപോയി എന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്കും DGPക്കും പരാതി കൊടുത്തു. ആ പരാതിയിന്മേൽ ഒരു കമ്മ്യൂണിക്കേഷനും ഇല്ലാതെ വന്നപ്പോൾ ആ 2 മക്കൾ ആ ജൂറിസ്ഡിക്ഷനായ കൂത്താട്ടുകുളം പോലീസ് സ്റ്റേഷനിൽ നേരിട്ട് വന്ന് പരാതി എഴുതി കൊടുത്തു. ASPയും DYSPയും അടക്കമുള്ള ഉദ്യോഗസ്ഥർ അവിടെ ഉണ്ടായിരുന്നു. ഇവർ പോയത് ഒരു സർക്കാർ വാഹനത്തിലാണ്, മുനിസിപ്പാലിറ്റിയുടെ വാഹനത്തിൽ. ആ വാഹനം UDF പ്രവർത്തകർ ട്രേസ് ചെയ്ത് കൊടുത്തു. പോലീസ് കസ്റ്റഡിയിലെടുത്തില്ല. ആ വാഹനം ഓടിച്ച വ്യക്തിയെ UDF പ്രവർത്തകർ പോലീസിന്റെ കയ്യിൽ പിടിച്ചു കൊടുത്തു. പോലീസ് അറസ്റ്റ് ചെയ്തില്ല. ഈ കലാരാജു വൈകുന്നേരം 3 മണിക്ക് മക്കളുടെ ഫോണിൽ വിളിച്ച് ഏരിയ കമ്മിറ്റി ഓഫീസിലാണ് എന്ന് പറഞ്ഞ് ബലം പ്രയോഗത്തിലൂടെ ഏരിയ സെക്രട്ടറിയുടെ ഫോണിൽ നിന്ന് വിളിപ്പിച്ചു. മക്കളോട് അങ്ങ് ചെല്ലാൻ പറഞ്ഞു, കാര്യങ്ങൾ സംസാരിക്കാമെന്ന് പറഞ്ഞു. മക്കൾ പറഞ്ഞു, ഞങ്ങളുടെ അമ്മയെ എന്തിന് ഇങ്ങനെ മർദ്ദിച്ചു, അതിന് ഉത്തരം വേണമെന്ന് പറഞ്ഞു. അവസാനം ഒരു രക്ഷയുമില്ലാതെ വന്നപ്പോൾ നിങ്ങൾ കൊണ്ട് ഉപേക്ഷിച്ചിട്ട് പോയതാണ് കലാരാജുവിനെ. പിന്നെ അവർ പരാതി പറഞ്ഞല്ലോ എന്നാ പറയുന്നത്. 6 മണിക്കൂറായി ഇതുപോലെ ഒരു ഗൂഢസംഘം, ഇതുപോലെ ഒരു അക്രമി സംഘത്തിന്റെ അധീനതയിൽ ഇരിക്കുന്ന വ്യക്തി അവരുടെ മുമ്പിൽ വെച്ച് എന്ത് പരാതി പറയും? ഒരു സ്ത്രീയല്ലേ, അവർ നേരിട്ട വൈഷമ്യത്തെക്കുറിച്ച് അവർ പറഞ്ഞില്ലേ? അവരെ വസ്ത്രാക്ഷാപം നേരിട്ടെന്ന് പറഞ്ഞില്ലേ? അവരെ ആക്രമിച്ച രീതിയെക്കുറിച്ച് പറഞ്ഞില്ലേ? അങ്ങനെ ഒരു സ്ത്രീ വന്ന് 6 മണിക്കൂർ ഒരു കിഡ്നാപ്പ് ചെയ്ത അവസ്ഥയിൽ അവരെന്ത് പറയും? ആ പത്രക്കാരുടെ മുമ്പിൽ വെച്ച്, ഇവരുടെ മുമ്പിൽ, ഈ കാട്ടാള സംഘത്തിന്റെ മുമ്പിൽ വെച്ച് എന്ത് പറയുമെന്നാ പറയുന്നത്? അപ്പോൾ വളരെ കൃത്യമാണ് അരുൺകുമാർ. ഉരുണ്ട് കിടന്ന് മറിഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. കിഡ്നാപ്പിംഗ് കേസ് രജിസ്റ്റർ ചെയ്തല്ലോ. മക്കളുടെ പരാതിയിൽ ആരാ ഒന്നാം പ്രതി? ഏരിയ സെക്രട്ടറിയല്ലേ ഒന്നാം പ്രതി? ആരൊക്കെയാ പ്രതികൾ? ചെയർമാൻ, നിങ്ങൾ ആദ്യം പറഞ്ഞില്ലേ, ആ ചെയർമാൻ പ്രതിയാണ്, വൈസ് ചെയർമാൻ പ്രതിയാണ്, ലോക്കൽ സെക്രട്ടറി പ്രതിയാണ്, കിഡ്നാപ്പിംഗ് കേസിൽ പ്രതിയാ. ഒരു സംശയം വേണ്ട. ഇത് അരുൺകുമാർ കേൾക്കാൻ വേണ്ടി കൂടി പറയുക. നിങ്ങൾ ഓർഡർ ഇട്ട് കൊടുത്ത മൂവാറ്റുപുഴ DYSP അടക്കമുള്ളവരുണ്ടല്ലോ, അവന്റെ ഒക്കെ തൊപ്പി തെറിക്കും. ഒരു സംശയം വേണ്ട. 164 സ്റ്റേറ്റ്മെന്റും കൊടുക്കും. ഈ കിഡ്നാപ്പിങ്ങിന് നേതൃത്വം കൊടുത്ത് സഹായം കൊടുത്ത DYSP CI അടക്കമുള്ളവർ അവന്റെ ഒക്കെ തൊപ്പി തെറിക്കും. കലാരാജു എന്തെങ്കിലും പറഞ്ഞോ? ഞാൻ പറഞ്ഞു. കാരണം നിങ്ങൾ ആരോപണം പറഞ്ഞു. ഞാൻ ചെയർപേഴ്സൺ സൗമ്യമായിട്ട് എൻ്റെ അടുത്തേക്ക് വന്ന് എപ്പോഴാണ് എന്നോട് സൗഹൃദം പുലർത്തിയത്? ഞാൻ ചെന്നിറങ്ങിയ ഉടൻ തന്നെ വൈസ് ചെയർമാൻ ശ്രീ സണ്ണി കുര്യാക്കോസ് വിളിച്ച് ആക്രോശിക്കുന്നത് ഞാൻ കേട്ടു. വലിച്ച് അവളെ വണ്ടിയിലേക്ക് കയറ്റടാ. അതുപോലെ CPMന്റെ ലോക്കൽ സെക്രട്ടറി ശ്രീ ഫെബീഷ് ജോർജ് പറഞ്ഞു, അവളെ കൊന്നുകളയടാ, പാർട്ടിക്കെതിരായിട്ട് വോട്ട് ചെയ്യാനാണ് അവൾ വന്നിരിക്കുന്നത്, അവളെ കൊന്നു. അവർ തീരുമാനിച്ചു തന്നെയായിരുന്നു അവിടെ നിന്നത്. എന്നെ പ്രതിരോധിക്കാൻ തീരുമാനിച്ചു തന്നെ. അതുപോലെ തന്നെ DYFIയുടെ നിങ്ങൾ പറഞ്ഞല്ലോ കോൺഗ്രസ്സുകാർ അന്യദേശത്ത് നാളെ ഇറക്കിയെന്ന്. അങ്ങനെയാണെങ്കിൽ എന്നെ ഉന്തി മുടിക്കുത്തിന് പിടിച്ച് കഴുത്തിന് കുത്തിപ്പിടിച്ച് വണ്ടിയിലേക്ക് എറിഞ്ഞ ആ കുട്ടി സഖാവിനെ ഞാൻ എൻ്റെ ഈ 25 വർഷത്തെ പ്രവർത്തനത്തിനിടയ്ക്ക് ഒരിക്കൽ പോലും ഞാൻ കണ്ടിട്ടില്ല. ആ കുട്ടി എവിടെ നിന്ന് ഇറക്കി അതും എനിക്കറിയണം. ആ സഖാവ് എവിടെ നിന്ന് വന്നു ഞാൻ ആ സഖാവിനെ അറിയാം. അപ്പം ഞാൻ ശരിക്കും കൊച്ചിൻ്റെ മുഖത്തേക്ക് നോക്കി. ശരിക്കും പറഞ്ഞാൽ അവൻ്റെ എന്താ പറയുന്നത്, ഒരു ഓമനത്തോടൊരു കുട്ടി. ആ കുട്ടിയാണ് എന്നോട്, ഇത്രയും പ്രായമായ ഒരു സ്ത്രീ, അവൻ്റെ അമ്മയുടെ സ്ഥാനത്ത് കാണാം. അവൻ എന്നോട് പറഞ്ഞു, നിൻ്റെ കാല് അവിടെ ചെല്ലട്ടിടി വെട്ടി തരാമെന്നാണ് എന്നോട് പറഞ്ഞത്. അവൻ എന്നെ പൂച്ചി പിടിച്ച് എൻ്റെ വസ്ത്രം, ഞാൻ അവനോട് അപ്പോഴും കാല് എന്ന് പറയുന്നതിനുപരി എൻ്റെ വസ്ത്രം അഴിഞ്ഞിരിക്കുകയാണ്, എനിക്കിത് സേഫ് ആകണം എന്ന് പറഞ്ഞു. അതൊക്കെ ചെയ്യാടി എന്നാണ് പറഞ്ഞത്. വലിച്ചു പറിച്ചു മുന്താണി, ശരീരത്തിലെ മേൽഭാഗം മറച്ചിരുന്ന മുന്താണി വലിച്ചു പറിച്ചു. അപ്പം എന്നോട് പിന്നെ സൗമ്യമായിട്ട് ചെയർപേഴ്സൺ പറഞ്ഞു എന്ന് നിങ്ങൾ പറയുന്നുണ്ടല്ലോ, അത് എവിടെയെങ്കിലും ഒരു മീഡിയയിൽ കാണിക്കാൻ പറ്റുമോ നിങ്ങളെ കൊണ്ട്? എൻ്റെ അടുത്തേക്ക് സൗമ്യമായിട്ട് ഞാൻ വന്ന് ഇറങ്ങിയപ്പോൾ തന്നെ എന്നെ ആക്രമിക്കാൻ ശ്രമിച്ചപ്പം മണ്ഡലം പ്രസിഡന്റ്, അപ്പം അവരേത് പാർട്ടി ആയിക്കോട്ടെ, അത് മണ്ഡലം പ്രസിഡന്റ് ആയിപ്പോയി. ആ വ്യക്തിയാണ് 2 കൈയും പിരിച്ച് അവരെ ഉപദ്രവിക്കല്ലേ, അതായത് കഴുത്തിന് കുത്തിപ്പിടിച്ചപ്പോഴാണ് അവരെ ഉപദ്രവിക്കല്ലേ എന്ന് പറഞ്ഞത്.
പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വന്നത്. അതുപോലെ തന്നെ അവരുടെ വനിതാ ഇതിനിടയിൽ ഇടപെട്ട ചില കാര്യങ്ങൾക്ക് ഒരു ക്ലാരിഫിക്കേഷൻ വരുത്തിയതാണല്ലോ. എനിക്ക് അങ്ങോട്ട് ചില ചോദ്യങ്ങൾ കൂടി ഉണ്ട്, അങ്ങേക്ക് തന്നെ വരാം. ശ്രീമതി കലാരാജു, ഇപ്പോ നേരത്തെ അങ്ങ് പറഞ്ഞു പോലീസ് നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്ന് ചോദിച്ചുവെന്ന്. ഇതിപ്പോ കോൺഗ്രസ്സുകാരാണ് ഇത് ചെയ്തത് എന്ന് CPM ആരോപിക്കുന്നു, CPMകാരാണ് എന്നുള്ളത് കോൺഗ്രസും ആരോപിക്കുന്നു. പക്ഷേ ആത്യന്തികമായി നിങ്ങൾക്കെതിരെ ബലപ്രയോഗം നടക്കുന്നുണ്ട് അവിടെ. അത് ഏത് കണ്ടുമുട്ടനും കാണാൻ കഴിയും ആ ദൃശ്യത്തിൽ നിന്ന്. അതിനിടയിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് പോലീസുകാരോട് ആരാണ് ഇനി പറഞ്ഞു കൊടുക്കേണ്ടത്? അത് തന്നെയാണ് ഇവിടെ ഞാനും ചോദിക്കുന്നത്. അപ്പം ഞാൻ പ്രതീക്ഷിച്ച എന്താണെന്ന് വെച്ചാൽ ഒരവിശ്വാസത്തിൽ പങ്കെടുക്കാൻ ചെല്ലുമ്പോൾ അത് എന്തായിക്കോട്ടെ, ആർക്കായിക്കോട്ടെ, ഒരു പ്രൊട്ടക്ഷൻ, അതായത് ഇതുപോലെ ഒരു ജനക്കൂട്ടം ഉള്ളപ്പോൾ നമുക്കൊന്ന് കടന്ന് ചെല്ലാനുള്ള ഒരു വഴി ഒരുക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. നമ്മൾ ഇത് പ്രതീക്ഷിക്കുന്നില്ല, ഈ ഒരു പ്രത്യാഘാതം നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. നമ്മൾ ആളുകളുണ്ട്, അപ്പോൾ ഇത് അവിശ്വാസമായി ബന്ധപ്പെട്ട ആളുകളാവും എന്നാണ് അപ്പോഴേ ഞാൻ കരുതിയിരിക്കുന്നത്. ഇത്ര ഒരു സ്റ്റേജ് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഞാനങ്ങ് ചെന്ന് ഉറങ്ങിയ ഉടനെ എന്നേക്കാൾ ഏറ്റവും പ്രായം കുറഞ്ഞ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ജിഷ രഞ്ജിത്ത് എന്ന് പറഞ്ഞ കൗൺസിലറാണ് എൻ്റെ കഴുത്തിൽ എന്നെ അടുത്തേക്ക് അടുപ്പിക്കാത്ത ഞെക്കി. ജിഷ രഞ്ജിത്താണ് എന്നെ ഞെക്കി ആണുങ്ങളുടെ, അതായത് ഈ DYFI പ്രവർത്തകരുടെ കയ്യിലേക്ക് മുടിക്കുത്തിരി പിടിച്ച് ഇട്ട് കൊടുത്തത്. എന്നുള്ളതാണല്ലോ, അവിടേക്ക് മറ്റാരും വന്നിട്ടില്ല എന്നുള്ളതായിരുന്നല്ലോ CPMന്റെ നേതാക്കളൊക്കെ ആദ്യം തന്നെ പറഞ്ഞുകൊണ്ടിരുന്നത്. മാഡം, ജനാധിപത്യ മഹിളാ അസോസിയേഷൻ്റെ മുഴുവൻ പ്രവർത്തകർ, അത് കൂത്താട്ടോളത്തു നിന്നുള്ളവർ തന്നെ അല്ല, അവരുണ്ടായിരുന്നു. DYFI, CITU, അങ്ങനെ പാർട്ടിക്ക് ചുമതലയുള്ള മുഴുവൻ അംഗങ്ങളും മുഴുവൻ കൗൺസിലേഴ്സും അവിടെ ഉണ്ടായിരുന്നു. എന്നെ ഇതുപോലെ ഞെക്കി, അതായത് ശ്വാസം മുട്ടി ഞാൻ നിൽക്കുന്ന കണ്ടപ്പോഴാണ് ഈ പറഞ്ഞ UDFൻ്റെ ശരി അവർ കൗൺസിൽ വന്ന് എന്നെ ഹെൽപ്പ് ചെയ്തു. കാരണം അവരെ ഒന്നും ചെയ്യുമ്പോൾ വസ്ത്രമൊക്കെ ഒരു സ്ത്രീയല്ലേ മാഡം, അവർ ഒരു സാമാന്യ പരിഗണനയെങ്കിലും കൊടുക്കണ്ടേ? ഈ വസ്ത്രം വലിച്ചഴിക്കുമ്പോഴേ നമുക്ക് ഇത്രയും ജനങ്ങളുടെ മുമ്പിൽ നമ്മുടെ മാനം നമുക്ക് രക്ഷിക്കണമല്ലോ. നമ്മളവിടെ വന്നു എന്നൊരു തെറ്റാണല്ലോ നമ്മൾ ചെയ്തോളൂ. അപ്പോൾ അതിന് ഇത്രയും ഭീകരമായി. എന്നിട്ട് അവർ തന്നെ പോയി ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിട്ട് അവരെ ചാരൊക്കെ ചവിട്ടിയിട്ടെന്നാണ് പറയുന്നത്. ഞാനീ പറഞ്ഞ അതിനകത്ത് വ്യക്തമായിട്ട് കാണാം, ഞാൻ എൻ്റെ ജീവനും മാനവും രക്ഷിക്കാനുള്ള തത്രപ്പാടിൽ ഞാൻ നിൽക്കുമ്പോൾ ഞാൻ ആരെയും ചവിട്ടാൻ പോയിട്ടില്ല, ഞാൻ ആരെയും ഉപദ്രവിക്കാനും പോയിട്ടില്ല. ശരി, അടുക്കൽ കോൺഗ്രസിന് വോട്ട് ചെയ്യാൻ വന്നോ, CPMന് വോട്ട് ചെയ്യാൻ വന്നോ, നിങ്ങൾ ജയിച്ചോ തോറ്റോ ഭരണസമിതി താഴെ പോയോ എന്നുള്ളതൊക്കെ രാഷ്ട്രീയക്കാരുടെ കാര്യം. അതിനപ്പുറത്ത് അവിടെ പോലീസ് സന്നാഹം ഉണ്ടാകേണ്ടതാണ്. ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ എന്തായാലും കിട്ടിയിട്ടുണ്ടാവില്ല. അങ്ങനെ കിട്ടിയില്ലെങ്കിൽ പിന്നെ ആ പണിയല്ലല്ലോ ചെയ്യുന്നതും. അപ്പോൾ അവിടെ കൃത്യമായ പോലീസ് സന്നാഹം ഉണ്ടാവേണ്ടതാണ്. അവർ എന്താണ് ചെയ്യേണ്ടത് എന്ന് കലാരാജുവിനോട് ചോദിച്ചു എന്നാണ് പറഞ്ഞത്. ഈ ദൃശ്യങ്ങളിൽ നമുക്ക് ഈ പറയുന്ന ഉന്തും തള്ളും ഉണ്ടാകുന്നിടത്ത് ചില പോലീസുകാർ അങ്ങോട്ടും ഇങ്ങോട്ടും നിന്ന് ഇത് നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നത് നമുക്ക് കാണാനും കഴിയുന്നുണ്ട്. പക്ഷെ അതിനപ്പുറത്ത് ഒരു സ്ത്രീക്കെതിരെ ഇനി കോൺഗ്രസ്സുകാരാണ് ബലം പ്രയോഗിച്ചെങ്കിൽ കോൺഗ്രസ്സുകാരെ അറസ്റ്റ് ചെയ്ത് നീക്കണ്ടേ? ഇവർക്ക് എവിടേക്കാണോ പോകേണ്ടത് അതിനുള്ള വഴി ഉണ്ടാക്കണ്ടേ? CPMകാരാണ് ആക്രമിച്ചതെങ്കിൽ അതിന് വിഘാതമായി നിൽക്കണ്ടേ? അവരെ ബലം പ്രയോഗിച്ച അവരവിടേക്ക് വന്നവരെ മറ്റൊരു വാഹനത്തിൽ കയറ്റിക്കൊണ്ട് പോകുന്നുണ്ടെങ്കിൽ അവരുടെ ഇച്ഛപ്രകാരമല്ലല്ലോ അത്, അതിനെതിരെ നിൽക്കണ്ടേ? പിന്നെ എന്താണ് അവിടെ ചെയ്യുന്നത്? അവരോട് ആവശ്യപ്പെട്ടു എന്നെ ഒന്ന് ഞാൻ വരാം. ശ്രീമതി കലാരാജു, ഞാൻ അങ്ങനെയല്ല ചോദിച്ചത്, കെ സരൺകുമാറിനോടാണ്. ശ്രീ കെ സരൺകുമാർ ഒന്നുകൂടി പറയാമോ? ഈ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് സഖാവ് കലാരാജുവിൻ്റെ മക്കൾ കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിലാണ്. ആ പരാതിയിൽ കൃത്യമായിട്ട് ഒരു പറഞ്ഞു കേട്ടുള്ള അറിവായിരിക്കാം, ഇങ്ങനെ അവിടെ വന്നപ്പോൾ അമ്മയെ കാണാനില്ല എന്ന രൂപത്തിലാണ് പരാതി. പോലീസ് കൃത്യമായിട്ട് പരിശോധിക്കുമ്പോഴും മൊബൈൽ ഫോൺ റെക്കോർഡ്സ് ഒക്കെ പരിശോധിക്കുമ്പോഴും ഒരു 200 കിലോമീറ്റർ ചുറ്റളവിലുണ്ടെന്നും പാർട്ടി ഓഫീസിലുണ്ടെന്നും പോലീസിന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. കാരണം CPMന്റെ പാർട്ടി ഓഫീസ് എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് വരാനും പത്രം വായിക്കാനും അവരുടെ കാര്യസാധ്യത്തിന് വരാനും ഒക്കെ ഉള്ള തൊട്ടടുത്ത് 200 മീറ്ററുള്ള ഓഫീസാണ്. അവിടെ CPMന്റെ എല്ലാ അംഗങ്ങൾ, പ്രത്യേകിച്ച് ഈ കൂത്താട്ടോളം നഗരസഭാ അംഗങ്ങൾ അവിടെ ഉണ്ട്. അവർ ഈ വോട്ടിംഗ് ബഹിഷ്കരിക്കുകയാണ്, അവിശ്വാസ പ്രമേയത്തിൽ പങ്കെടുക്കുന്നില്ല. CPMന്റെ അരിവാൾ ചുറ്റിക ചിഹ്നത്തിൽ തന്നെ മത്സരിച്ച് വിജയിച്ച കലാരാജു അവിടെ ഉണ്ടെന്ന് പോലീസിന് ബോധ്യമുണ്ട്. വൈകുന്നേരം 4:30 ഇവർ ചിരിച്ചുകൊണ്ട് പാർട്ടി ഓഫീസിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്ന ഫോട്ടോസാണ് ഇന്ന് പ്രധാനപ്പെട്ട പത്രങ്ങളിലെല്ലാം ഉള്ളത്. ആ സമയത്തും പോലീസുകാർ പാർട്ടി ഓഫീസിന്റെ പരിസരത്തുണ്ട്, അതുപോലെ പ്രവർത്തകരുണ്ട്. അതിനുശേഷം നേരെ വീട്ടിലെത്തിച്ചു വിടുന്നുണ്ട്, സഖാവ് കലാരാജുവിന്റെ വീട്ടിലെത്തിച്ചു വിടുകയാണ് ചെയ്യുന്നത്. ആ സമയത്തൊന്നും ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു ഹരാസ്മെന്റ് ഉണ്ടായിട്ടതായിട്ടുള്ള പരാതിയില്ല.
പിന്നീട് ആശുപത്രിയിൽ ചെല്ലുന്നു. അവിടെയും ഞാൻ സൂചിപ്പിച്ചതുപോലെ വൂണ്ട് സർട്ടിഫിക്കറ്റിലോ ഡോക്ടറോടോ പറഞ്ഞിട്ടില്ല. രണ്ടാമത് അവിടെ നിന്ന് ഇപ്പൊ എന്റെ കയ്യിലുള്ള ഒരു ചിത്രമുണ്ട്. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന കോൺഗ്രസിന്റെ പ്രതിനിധിയും മാത്യു കുഴൽനാടനും കൂടി ഈ ശ്രീമതി കലാരാജുവിനെ, സഖാവ് കലാരാജുവിനെ ഒരു സ്ട്രക്ചറിൽ ഇരുത്തി കൊണ്ടുപോകുന്ന ചിത്രമാണ്. ആ ചിത്രത്തിന്റെ അടിക്കുറിപ്പ് മലയാള മനോരമയുടെ പത്രത്തിലുള്ളതാണ്. കൂത്താട്ടുകുളം ഗവൺമെന്റ് ആശുപത്രിയിൽ നിന്നും നഗരസഭാ കൗൺസിലർ കലാരാജുവിനെ മാത്യു കുഴൽനാടൻ MLA നേതൃത്വത്തിൽ മാറ്റുന്നു. ചിത്രം മനോരമ. എങ്ങോട്ട് മാറ്റുന്നു? ആ മാറ്റുന്നതു അത് പിന്നീട് മനസ്സിലാക്കിയത് 10-40 കിലോമീറ്റർ ദൂരെയുള്ള എറണാകുളത്തെ ആശുപത്രിയിലേക്ക്. ആയിക്കോട്ടെ, അതൊക്കെ അവരുടെ സ്വകാര്യമായിട്ടുള്ള കാര്യം. അങ്ങനെ മാറ്റുമ്പോഴും ഇത്തരത്തിൽ ഏതെങ്കിലും ഹരാസ്മെന്റ് അവർക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ശാരീരികമായിട്ടുള്ള ആക്രമണം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിരവധി CCTV ദൃശ്യങ്ങൾ നിങ്ങളടക്കം കാണിക്കുന്നുണ്ടല്ലോ. ആ CCTV ദൃശ്യങ്ങളിൽ ഏതെങ്കിലും ഒഫൻസ് നടത്തിയിട്ടുണ്ടെങ്കിൽ പോലീസിന്റെ കടമ നിർവഹിക്കട്ടെ. കാണാൻ കഴിയുന്നുണ്ട്. അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ അങ്ങ് അതിന്റെ സാങ്കേതിക വശങ്ങളിൽ മാത്രം നിന്ന് സംസാരിക്കുകയാണ്. ഞാൻ ചോദിക്കുന്ന അവിടെ എത്തുന്ന ഒരു സ്ത്രീക്ക് അവരുദ്ദേശിച്ച വന്ന കാര്യം നിർവഹിക്കാൻ ഉള്ള സാഹചര്യം ഉണ്ടാകുന്നില്ല. അതിന് പോലീസിന് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. അവരുടെ 2 മക്കളാണ് പരാതി കൊടുത്തത്. ഈ പറയുന്ന പോലീസുകാർക്ക് ബോധ്യപ്പെടുമ്പോൾ പോലീസുകാർ അവരുടെ മക്കളെ ബോധ്യപ്പെടുത്തണ്ടേ? പരാതി കൊണ്ട് ചെല്ലുമ്പോൾ നിങ്ങളുടെ അമ്മ ദാ ഇവിടെയുണ്ട്, ഒന്ന് പോയി കാണൂ എന്ന് പറയണ്ടേ? അല്ല, ഇവര് അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ വിജയിച്ച CPM-ന്റെ കൗൺസിലറാണ്. നിരവധി വർഷങ്ങളായി, ഇപ്പൊ പറഞ്ഞല്ലോ, മാതൃകാ പൊതുപ്രവർത്തനം നടത്തുന്ന 25 വർഷമായി പൊതുരംഗത്തുള്ള ആളാണ്. എന്നെ ഇവിടെ പാർട്ടി ഓഫീസിൽ തടഞ്ഞു വെച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ എനിക്ക് അവിടെ ഒന്ന് വോട്ട് ചെയ്യണം, എനിക്ക് അവിശ്വാസ പ്രമേയത്തെ ചർച്ചയിൽ പങ്കെടുക്കണം എന്ന ഒരു ഇൻഫർമേഷൻ ഒരു 100-ൽ വിളിച്ച് പോലീസിന് പറയാനോ മറ്റേതെങ്കിലും വിളിച്ചു പറയാനോ ഒരു തടസ്സവും അല്ലല്ല. സ്വന്തം കയ്യിൽ ഫോൺ ഉണ്ടല്ലോ. രാവിലെ അതൊക്കെ കേൾക്കുന്നവർക്ക് മനസ്സിലാവും. അധികം രാഷ്ട്രീയം വേണ്ട. ഇല്ലില്ല. കൃത്യമായി ഫോണും അവരുടെ കയ്യിലുണ്ട്. കൃത്യമായി ആ ഫോണിന്റെ ലൊക്കേഷൻ അടക്കം കോൺഗ്രസിന്റെ പ്രതിനിധികളും പോലീസും എല്ലാം എടുത്തതാണ്. ഇതൊക്കെ ഇന്നലെ വൈകുന്നേരം ഈ എറണാകുളം ജില്ലയിലെ ഇല്ല, എൻ്റെ കയ്യിൽ നിന്ന് ഞങ്ങൾ വാഹനത്തിൽ നിന്ന് ഇറങ്ങിയ ഉടൻ തന്നെ ഇവര് എൻ്റെ ജീവനും ഭീഷണിയായിട്ട് ഇവർ കഴുത്തിന് കുത്തിപ്പിടിക്കുമ്പോൾ ഞാൻ ബാഗാണോ സംരക്ഷിക്കേണ്ടത്? അതിനകത്ത് എൻ്റെ മൊബൈലുണ്ട്, എൻ്റെ രേഖകളടങ്ങുന്ന ബാഗാണ് നഷ്ടപ്പെട്ടത്. എൻ്റെ കമ്മൽ സഹിതം കാത് കണ്ടോ വലിച്ച് കമ്മൽ സഹിതം തെറിച്ചു പോയി. അപ്പം ഞാൻ മൊബൈൽ നഷ്ടപ്പെട്ടു. ഞാൻ എൻ്റെ കുട്ടികളുമായിട്ട് എങ്ങനെ, അപ്പോൾ ഈ ചാനലിൽ കൂടെ കാണുന്നത് ഈ ബഹളവും പിന്നീട് അമ്മയെ കാണുന്നില്ല. അത് എൻ്റെ മക്കള് ശരിക്കും അവർ പേടിച്ചു പോയി. അങ്ങനെയാണ് അവര് സ്റ്റേഷനിലേക്ക് പോകുന്നത്, അമ്മയെ കാണാനില്ലെന്ന് പറഞ്ഞു. മുഴുവൻ ആളുകൾ നമ്മൾ എത്ര വെള്ള പൂശിയാലും നടക്കില്ല. വിക്ടിം പറയുന്നത് നിങ്ങൾ കേൾക്കൂ. ഇവരുടെ തോന്നിവാസി എക്സ്പ്ലനേഷൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളിൽ കൃത്യമായിട്ടുണ്ട്. ആ ദൃശ്യങ്ങൾ ശരിക്കുമൊന്ന് സൂം ചെയ്ത് നോക്കിയാൽ ഈ കാര്യങ്ങളെല്ലാം സത്യമാണോ എന്നറിയാം. വൈകുന്നേരം 5 മണിക്ക് ശേഷം പുറത്തു വന്ന തിരക്കഥയും ഇന്ന് കോൺഗ്രസ് പ്രൊഫൈലുകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന തിരക്കഥയും ഏതാണ് ശരി? അതോ CPM ഈ കാണുന്ന വീഡിയോ, നിങ്ങൾ കാണിക്കുന്ന വീഡിയോ, മറ്റു വീഡിയോ കോൺഗ്രസ്സുകാർ എന്തെങ്കിലും പറയട്ടെ, കോൺഗ്രസ്സുകാരും CPM-കാരും എന്തെങ്കിലും പറയട്ടെ. അതിക്രമത്തിനിടയായ ഒരു സ്ത്രീയല്ലേ ഈ പറയുന്നവരുടെ കമ്മലടക്കം വലിച്ചു പൊട്ടിച്ചു എന്നടക്കമുള്ള കാര്യങ്ങൾ. അത് ഞാൻ പറഞ്ഞല്ലോ, അത് കൃത്യമായി പരിശോധിക്കേണ്ടതാണ്. കൗൺസിലർമാരുടെ ഭാഗത്തുനിന്നോ നഗരസഭാ ചെയർമാന്റെ ഭാഗത്തുനിന്നോ ഒരു തരത്തിലും ഒരു അതിക്രമം ഉണ്ടായിട്ടില്ല. ഇവരെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയട്ടെ, ഞാൻ എന്റെ സമയമാണല്ലോ, ഈ 2 വർഷം മുമ്പ് ചില കാര്യങ്ങൾ പാർട്ടിയുടെ മുന്നിൽ അവതരിപ്പിച്ചിരുന്നു. ഈ സഖാവ് എടുത്ത ഒരു ലോണും ഇവരുടെ ഭർത്താവ് എടുത്ത ഒരു ലോണുമായി ബന്ധപ്പെട്ടുകൊണ്ട് അടച്ചു തീർക്കാൻ ആദ്യം പറഞ്ഞു. അവർ തന്നെ സൂചിപ്പിച്ചു, ഞാനത് പറയണമെന്ന് ഉദ്ദേശിച്ചതല്ല. ആ ലോണുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഭർത്താവ് മരണപ്പെട്ടതിന് ശേഷം റിസ്ക് ഫണ്ട് അനുവദിക്കണം എന്നാവശ്യപ്പെട്ടു. ആ റിസ്ക് ഫണ്ട് ഒരു സഹകരണ സംഘം അനുവദിക്കണമെങ്കിൽ 6 മാസം തുടർച്ചയായി കുടിശ്ശിക ഉണ്ടാകാൻ പാടില്ല. സഹകരണ നിയമപ്രകാരമുള്ള മാനദണ്ഡങ്ങൾക്കനുസരിച്ചേ പറ്റൂ. അത്തരത്തിൽ യോഗ്യതയില്ല എന്നതുകൊണ്ട് ആ റിസ്ക് ഫണ്ട് അനുവദിക്കാൻ കഴിയില്ല എന്ന് അവരെ അറിയിച്ചു. അതിനുശേഷം ആ വൺ ടൈം സെറ്റിൽമെന്റിന്റെ ഭാഗമായി ഏകദേശം 3,11,029 രൂപ കുറച്ച് അവരുടെ ലോൺ സെറ്റിൽ ചെയ്യുമ്പോൾ ഇളവും കൊടുത്തു. അത്തരത്തിൽ ചെയ്യാവുന്നത് ഒരു സഹകരണ നിയമപ്രകാരം സഹകരണ ബാങ്കിന്റെ ഭരണസമിതിക്ക് ചെയ്യാവുന്നതിന്റെ പരമാവധി കാര്യങ്ങൾ ചെയ്തതാണ്. അല്ലാതെ ഒരു തർക്കവും
സഖാവ് കലാരാജുവുമായിട്ട് പാർട്ടിക്കില്ല, പ്രസ്ഥാനത്തിനില്ല. ഏത് സമയത്തും അവിടുത്തെ പ്രവർത്തനം, തെരഞ്ഞെടുപ്പ് പ്രവർത്തനമാണെങ്കിലും മറ്റു പൊതുപ്രവർത്തന രംഗത്തും മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന പ്രവർത്തകയാണ്. ഇപ്പോൾ വൈകുന്നേരം 5 മണിക്ക് ശേഷം പറയുന്ന ഈ തിരക്കഥകളിൽ എന്തെങ്കിലും സത്യമുണ്ടെങ്കിൽ വിശദമായി തന്നെ പരിശോധിക്കും. സംസാരിച്ചത് ഞാൻ അഡ്വക്കേറ്റ് അബിൻ വർക്കിയിലേക്ക് പോകാൻ ഏറെ താമസിക്കുകയും ചെയ്തു. അഡ്വക്കേറ്റ് അബിൻ വർക്കി, നിങ്ങൾ വിശ്വാസത്തിലെടുക്കുകയാണ് ഈ പറയുന്ന കലാരാജു അവിടെ നിന്ന് ആ വാഹനത്തിൽ കയറി എന്നാണ് ഞാൻ ഉപയോഗിക്കുന്നത്. കാരണം നിങ്ങൾക്ക് രണ്ടുപേർക്കും 2 വാദമുള്ളത് കൊണ്ട് ഞാൻ അതിൽ വളരെ ന്യൂട്രലായി നിൽക്കുകയാണ്. അപ്പോൾ അവിടെ നിന്ന് പോയതിനു ശേഷം നിങ്ങളാണ് ഈ ആരോപണം ഉന്നയിക്കുന്നത് ആദ്യമായി. നിങ്ങൾ ഈ വിക്ടിമിന്റെ വാദം അംഗീകരിക്കുന്നുണ്ടോ? അത് പ്രേക്ഷകർ കേൾക്കുകയാണ്. അത് പ്രേക്ഷകർ കേൾക്കുന്നല്ല, വിക്ടിമാണ്. ഞാൻ നേരത്തെ അരുൺകുമാറോട് ചോദിച്ച ചോദ്യം കേട്ടിട്ട് അബിൻ അങ്ങനെയാണ് തോന്നിയത്. അല്ല, അങ്ങനെയല്ല. നിങ്ങൾ പറയുന്നത് ഞങ്ങളാണ് തട്ടിക്കൊണ്ടുപോയെന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞില്ല. നിങ്ങൾ അങ്ങനെയാണ് പറഞ്ഞത്. കോൺഗ്രസ് പറയുന്നു തട്ടിക്കൊണ്ടുപോയെന്ന്, CPM പറയുന്നു തട്ടിക്കൊണ്ടുപോയില്ല. അങ്ങനെയല്ല ഇവിടുത്തെ വിഷയം. വിക്ടിം എന്താ പറയുന്നത്? തീർച്ചയായും തട്ടിക്കൊണ്ടുപോയി. അത് പിന്നെ ആ വാദം എടുത്താൽ മതി. നിങ്ങൾ വിക്ടിം എന്താണ് പറയുന്നത്? ഇത് നോക്കൂ, അത് പറയുമ്പോൾ അതൊരു രാഷ്ട്രീയ ഉപകരണമായി മാറുകയാണ് അവരെന്ന ആരോപണം CPM ഉന്നയിക്കുന്നുണ്ട്. ഞാൻ ഇതിന്റെ മോഡറേറ്റർ അല്ലേ? അപ്പൊ ഞാൻ ഇത് 3 എടുക്കുന്നു. പറയൂ. അതായത് മോഡറേറ്ററോട് ഒരു കാര്യം പറയാനുള്ളത്, ഈ വിക്ടിം എന്താ പറയുന്നത്? ഞാൻ അവിടെ വോട്ട് ചെയ്യാൻ വന്നു, എന്നെ ബലം പ്രയോഗിച്ച് ആക്രമിച്ച് തട്ടിക്കൊണ്ടുപോയി, എന്റെ വസ്ത്രാക്ഷേപം നടത്തി, ഒരു വിക്ടിമാണ് പറയുന്നത്. അതാണ് ഇതിലെ പ്രിവെയിൽ ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ്. അത് കോൺഗ്രസ് പറഞ്ഞാലും CPM പറഞ്ഞാലും ആ വിക്ടിമിന്റെ സ്റ്റേറ്റ്മെന്റ് ആണ് പ്രിവെയിൽ ചെയ്യുന്നത്. 2, പോലീസ് എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ പോലീസ് ഇത് ചെയ്യേണ്ടതല്ലായിരുന്നു എന്ന നിഷ്കളങ്ക ഭാവത്തിലല്ല നമ്മൾ ചോദിക്കേണ്ടത്. കാരണം ഹൈക്കോടതി പോലീസ് പ്രൊട്ടക്ഷൻ ഉത്തരവിട്ടിരുന്നു. ഈ കൗൺസിലർമാർക്ക് വോട്ട് ചെയ്യാനുള്ള പോലീസ് പ്രൊട്ടക്ഷൻ ഉത്തരവുള്ളപ്പോഴാണ് ഈ പോലീസ് പ്രവർത്തിക്കാതിരുന്നത് എന്നത് മാത്രമല്ല, ഇവരെ ആ വാഹനത്തിൽ കയറ്റിവിടാനുള്ള സഹായങ്ങൾ ചെയ്തു കൊടുത്തത്. നിങ്ങൾ ആ വിഷ്വൽ മാറ്റിയെടുത്താൽ അറിയാം, അവിടെ ഉണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥരാണ്. ഈ കൊണ്ടുപോകുന്ന വണ്ടിയുടെ മുമ്പിലുണ്ടായ ടിപ്പർ ലോറി വഴി മാറ്റിവിട്ട് ഈ വണ്ടിക്ക് പോവാൻ സുഗമമായി ഓടിച്ചു പോകാനുള്ള സാഹചര്യം ഒരുക്കുന്നത് ഇതേ പോലീസ് ഉദ്യോഗസ്ഥരാണ്. എന്ന് പറഞ്ഞാൽ മൂവാറ്റുപുഴ DYSPയുടെ നേതൃത്വത്തിൽ CPMന്റെ നിർദ്ദേശപ്രകാരം ഇവരെ തട്ടിക്കൊണ്ടു പോകാനുള്ള പ്ലാനിൽ പോലീസ് ഉദ്യോഗസ്ഥരും പങ്കാളികളാണ്. രണ്ടാമത്തെ കാര്യം. ഇനി 3, ഇപ്പോൾ അദ്ദേഹം ഇവിടെ പറയുന്നുണ്ടല്ലോ, ഞങ്ങൾ ഏരിയ കമ്മിറ്റി ഓഫീസിലാണ് പോയത്, പോലീസിന് അറിയാമല്ലോ. അങ്ങനെയാണെങ്കിൽ 11 മണിക്ക് പരാതി കൊടുത്ത മക്കളുടെ അടുത്ത് എന്തുകൊണ്ടാണ് പോലീസ് പറയാതിരുന്നത്? ആ ഏരിയ കമ്മിറ്റി ഓഫീസിൽ അമ്മയുണ്ടെന്ന് പറയാതിരുന്നത് ഏത് 100-ൽ ഏത് മൊബൈലും പോയി എല്ലാം പോയി കിഡ്നാപ്പ് ചെയ്ത് ഒരു സ്ഥലത്ത് കൊണ്ടുവച്ചിരിക്കുന്ന ആളെ 100-ൽ വിളിക്കണം എന്നൊക്കെ പറയുന്നത് സാമാന്യ ബുദ്ധിക്ക് യോജിക്കുന്ന ഏതെങ്കിലും സ്റ്റേറ്റ്മെന്റ് ആണ് ഈ അരുൺകുമാർ പറയുന്നത്? അരുൺകുമാർ എന്താ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? സാമാന്യ ബുദ്ധിക്ക് യോജിക്കുന്നതാണോ? CPM ഏരിയ കമ്മിറ്റി ഓഫീസിൽ നിന്ന് 100-ൽ വിളിക്കണം എന്നൊക്കെ പറഞ്ഞാൽ ഒരാളെ ഇത്ര ആക്രമിച്ച് വസ്ത്രാക്ഷേപം നടത്തി മൊബൈലും കളഞ്ഞ് എല്ലാം നടത്തി കിഡ്നാപ്പ് ചെയ്ത് ഒരു സ്ഥലത്ത് കൊണ്ടിരുത്തിയിട്ട് 100-ൽ വിളിക്കണമെന്നൊക്കെ പറയുന്നത് ഇത് ആരോടാ ഈ പറയുന്നത്? കേരളത്തിലെ ജനം എന്നാ മണ്ടന്മാരാണോ? പിന്നെ അദ്ദേഹം ഒരു ലോണിന്റെ കഥ ഇവിടെ പറഞ്ഞു. അദ്ദേഹം ആ ലോണിന്റെ അവസാനം ഒരു 1 ടൈം സെറ്റിൽമെന്റ് ആയിരുന്നു പറഞ്ഞു. ശ്രീ അരുൺകുമാർ, CPMന്റെ കൂത്താട്ടുകുളത്തെ കുറെ ആളുകൾ റിയൽ എസ്റ്റേറ്റ് കച്ചവടം നടത്തിയതാണ്. അതിന്റെ വിശദാംശങ്ങൾ ഞങ്ങൾ പുറത്തുവിടാം. റിയൽ എസ്റ്റേറ്റ് കച്ചവടം നടത്തിയ ഈ കലാരാജുവിനെ വെച്ച് 25 കൊല്ലമായി പാർട്ടി പ്രവർത്തിക്കുക. നിങ്ങൾ പറഞ്ഞല്ലോ മാതൃകാ പ്രവർത്തിക്കുകയാണെന്ന് നിങ്ങൾ പറഞ്ഞല്ലോ. ഇവരുടെ വിഷമം പറഞ്ഞിട്ട് തിരിഞ്ഞു നോക്കിയില്ല എന്നത് മാത്രമല്ല, അവരെ ഉപയോഗിച്ച് പണമുണ്ടാക്കാൻ ശ്രമിച്ചു. സഖാക്കന്മാർ പണമുണ്ടാക്കാൻ ശ്രമിച്ചു. അതിന്റെ ഡീറ്റെയിൽസ് പുറകെ വരുന്നുണ്ട്. റിയൽ എസ്റ്റേറ്റ് കച്ചവടങ്ങളുടെ ഡീറ്റെയിൽസ് പുറകെ വരുന്നുണ്ട്. അവരുടെ ഭർത്താവ് എടുത്ത ഒരു ലോണ്, ആ ലോണ് ആ ഭർത്താവ് മരിക്കുന്നതിന് മുമ്പ് കലാരാജുവിന്റെ പേരിലേക്ക് മാറ്റി ആ ലോണിന്റെ ബാധ്യത ഇവരുടെ തലയിലേക്ക് വെക്കാൻ ശ്രമിച്ചത് ഇതേ CPM നേതാക്കന്മാരാണ്. കൊറോണയുടെ സമയത്ത് ചില ആനുകൂല്യങ്ങൾ കിട്ടുമായിരുന്നു. ആ ആനുകൂല്യങ്ങൾ കൊടുക്കാതെ ഈ ലോണിന്റെ മുഴുവൻ ബാധ്യത അത് ഇവരുടെ തലയിലേക്ക് വെച്ചത് CPM ആണ്. അവസാനം അവരുടെ കയറിക്കിടക്കുന്ന കിടപ്പാടം അത് വിൽക്കാനുള്ള റിയൽ എസ്റ്റേറ്റ് കച്ചവടം അവിടുത്തെ കുറെ CPM വ്യവസായികളെ കൂട്ടി നടത്തിയത്. ഇതൊന്നും നാട്ടുകാർ അറിഞ്ഞില്ല എന്നോർത്താണ് അരുൺകുമാർ ഇരിക്കുന്നത്. എനിക്കിത് എങ്ങനെ അറിയാമെന്ന് വെച്ചാൽ ഞാൻ നാട്ടുകാരനാണ് സാർ. ഇതൊക്കെ ആ നാട്ടിൽ പാട്ടാണ്. അതുകൊണ്ട് തന്നെയാണ് കൃത്യമായ നിലപാടെടുത്ത് ഞങ്ങൾ മുന്നോട്ട് പോയത്. അതുകൊണ്ട് തന്നെയാണ് കലാരാജുവിനോടൊപ്പം ഞങ്ങൾ നിൽക്കുന്നത്. അവരുടെ പിറകിൽ പിന്തുണച്ച് അടിയുറച്ച് ഞങ്ങൾ നിൽക്കുന്നത്. ആ കുടുംബത്തോടൊപ്പം ഈ നിയമപോരാട്ടത്തിൽ അവസാന നിമിഷം വരെ ഞങ്ങൾ ഉണ്ടാകും. ശ്രീമതി കലാരാജു, ഒരു നിമിഷം അരുൺകുമാർ, ഞാൻ വരാം. നമ്മൾ 3 പേര് മാറിമാരെയാണല്ലോ വരുന്നത്. അതിനു മുൻപ് കൂട്ടിച്ചേർക്കാൻ എന്തെങ്കിലും പറയൂ. നമുക്ക് കലാരാജുവിനോട് അതിനെ സംബന്ധിച്ച് ചോദിക്കൂ. ഒന്നുമില്ല. ഇപ്പൊ ഈ കോൺഗ്രസ് പ്രതിനിധിയുടെ വെല്ലുവിളി കേൾക്കുമ്പോൾ എനിക്ക് തമാശയായിട്ടാണ് തോന്നുന്നത്. കാരണം ഈ എറണാകുളം ജില്ലയിൽ കുറച്ച് നാളായിട്ട് ഒരു സതീശനിസം
ഒരു സുധാകരനിസം നടപ്പാക്കാൻ കുറച്ച് നാളായിട്ട് ഇവിടുത്തെ DCC പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ശ്രമം നടത്തുന്നുണ്ട്. വാ തുറന്നാൽ ചീത്തയും അനാവശ്യവും മറ്റുള്ളവരെ വെല്ലുവിളിച്ചും ഗുണ്ടായിസം ശവശരീരം വരെ തട്ടിക്കൊണ്ടുപോയ ചരിത്രം ഈ കോതമംഗലത്തുണ്ട്. ഇതുമായിട്ട് ഒരു ബന്ധമില്ലാത്ത MLA വരെ ഇവിടെ പലതരത്തിലുള്ള ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുക. അതൊക്കെ കയ്യിൽ വെച്ചാൽ മതി. നിങ്ങൾ കുറച്ച് ദിവസം ഈ സഖാവ് കലാരാജുവിനെ പൊക്കിക്കൊണ്ട് നടക്കും, ഞങ്ങൾക്കറിയാം അതിന്റെ ചരിത്രമൊക്കെ. ഞാൻ പറഞ്ഞല്ലോ, ഇവർ ഉറച്ച സഖാവാണ്. അത് തെറ്റിതിരുത്തി തിരിച്ചു വരിക തന്നെ ചെയ്യും. കാരണം എല്ലാ രംഗത്തും ഇവരുടെ പ്രശ്നങ്ങളിൽ പാർട്ടിയാണ് കൂടെ നിന്നിട്ടുള്ളത്. ഭർത്താവിന്റെ മരണവുമായി ബന്ധപ്പെട്ടതും മറ്റു കാര്യങ്ങളിലുമെല്ലാം അടുത്ത കാലത്ത് ചോദിക്കാമായിരുന്നു അവരുടെ ഭാഗത്തുനിന്നുണ്ടായ തെറ്റെന്താണ്? അല്ല, ആദ്യത്തെ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ പങ്കെടുത്തു. ആ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ കാര്യങ്ങൾ ചർച്ച ചെയ്തു. അതിനുശേഷം വീണ്ടും നമുക്ക് പാർലമെന്ററി പാർട്ടി യോഗം ചേരാം, നമുക്ക് അവിടെ വച്ച് ഈ അവിശ്വാസ പ്രമേയത്തിൽ എടുക്കേണ്ട രാഷ്ട്രീയ തീരുമാനം എടുക്കാം എന്ന് പറഞ്ഞാണ് 13-ാം തീയതി പിരിഞ്ഞത്. 15-ാം തീയതി മുതൽ ഇവരെ കാണാനില്ല. അവർ കോൺഗ്രസിന്റെ ചില നേതൃത്വത്തിന്റെ ഭാഗമായി മാറി നിന്നതാകാം. ആ മറ്റു കാര്യങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തേണ്ടതാണ്. ഇപ്പോൾ ഈ പറഞ്ഞ പൊതുസമൂഹത്തിൽ നമ്മുടെ മുന്നിൽ ഇതുവരെയില്ല. 17-ാം തീയതി യോഗത്തിൽ പങ്കെടുത്തില്ല. CPM അങ്ങ് ചെയ്ത തെറ്റെന്താണ് എന്നുള്ളത് അങ്ങേക്ക് വ്യക്തതയുണ്ടോ? ഇപ്പൊ നോക്കൂ, CPM-ഉം കോൺഗ്രസും അപ്പുറത്തും ഇപ്പുറത്തും നിന്ന് അങ്ങയുടെ വളരെ വ്യക്തിപരമായ കാര്യങ്ങളിലാണ് ആരോപണം ഉണ്ടാകുന്നത്. മറുപടി എന്താണ്? ഞാൻ പറയട്ടെ, ഞാൻ ഇതിനേക്കാൾ ഉപരി ഒരു വനിതാ സഖാവ് എന്നുള്ള നിലയിൽ ഒരു വനിതയ്ക്ക് കിട്ടേണ്ട പരിഗണന എനിക്ക് ആ സമൂഹ മധ്യത്തിൽ കിട്ടിയോ? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. എന്നെ അകത്തേക്ക് കയറ്റി വിടാതിരിക്കാൻ എൻ്റെ ചോദ്യം അതാണ്. ഞാൻ അകത്തേക്ക് കയറി പോകുന്നതിന് തടസ്സപ്പെടുത്തിക്കൊണ്ട് ഈ ചെറിയ സഖാക്കളായ ജിഷ രഞ്ജിത്ത്, സുമ വിശ്വംഭരൻ അവരൊക്കെ എന്നെ മുഖത്തടിച്ചു. ഞാൻ ഇത്രയും നാൾ പ്രവർത്തിച്ചു, നല്ലൊരു പ്രവർത്തിയാന്ന് ഇവർ തന്നെ സമ്മതിക്കുന്നുണ്ടല്ലോ. ഇവരുടെ എല്ലാവരുടെയും മുമ്പിൽ വെച്ചാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. അതൊരു സോഫ്റ്റായിട്ട് പോയൊരു സംഭവം അല്ല. അത് ശരിക്കും പറഞ്ഞാൽ ഞാൻ അതിൻ്റെ പ്രത്യാഘാതം ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്കിപ്പോൾ ഞാൻ ഇരിക്കുന്ന ശ്രദ്ധിക്കാമല്ലോ, എനിക്കിപ്പോൾ എൻ്റെ ശാരീരികമായി ശരിക്കും അവർ ഉപദ്രവിച്ചിട്ടുണ്ട് എന്നെ. എൻ്റെ തലമുടി കുത്തിനൊക്കെ വലിച്ച്, എൻ്റെ കയ്യിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. എൻ്റെ തലമുടി കുത്തിന് കുത്തി പിടിച്ചാണ്, ഒരു സഖാവ് കഴുത്തിന് കുത്തി പിടിച്ചാണ്. അപ്പോൾ എൻ്റെ വസ്ത്രം പോയതാണ്. അത് അവർക്കൊരു നേട്ടമായി കാണുക. കാരണം ഞാൻ അവിടുന്ന് എന്നെ മാറ്റണമെങ്കിൽ ഇത് ആരുടെ ഐഡിയയാണെന്ന് എനിക്കറിയത്തില്ല. എന്നെ ആ ഒരു 1000-1500 വരുന്ന ആളുകളുടെ ഇടയിൽ നിന്ന് എന്നെ ഒന്ന് മാറ്റണമെങ്കിൽ എൻ്റെ വസ്ത്രം വലിച്ചു പറിച്ചാൽ മാത്രമേ എനിക്ക് അഭിമാനമുള്ളൊരു സ്ത്രീയാണല്ലോ ഞാനും. അപ്പം അങ്ങനെ മാത്രമേ എന്നെ അവിടുന്ന് മാറ്റാൻ പറ്റുള്ളൂ എന്ന് അവർക്ക് തോന്നിക്കാണും. അതുകൊണ്ടായിരിക്കും അവർ ആ ഒരു പ്രവൃത്തി ചെയ്തത്. ഞാൻ അവരുടെ കൂടെ നിൽക്കുന്ന ഒരു സഖാവാണ് എന്ന് അവർക്ക് ഇപ്പോഴും ബോധ്യം ഉണ്ടായിരുന്നെങ്കിൽ അവരെന്നോട് ഈ പ്രവൃത്തി ചെയ്യുമായിരുന്നോ? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നെ അത് അന്വേഷിച്ച് ബാക്കി കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ചെയ്യാം. ഇപ്പം നമ്മൾ ലൈവായിട്ട് നമുക്കുണ്ടായ ഒരു ദുരനുഭവമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഇത്രയും ഉപദ്രവിക്കാൻ മാത്രം എന്ത് തെറ്റാണ് ഞാൻ CPM ഭരണ നേതൃത്വത്തിനോട് ചെയ്തത്? അത്രേ ഉള്ളൂ. എൻ്റെ ഒരു വിഷമം അത് നമ്മൾ പറയേണ്ട ഘടകത്തിലാണ് നമ്മൾ പറഞ്ഞത്. അല്ലാതെ നമ്മൾ പബ്ലിസിറ്റി കൊടുത്ത ഒരു പബ്ലിക്കിൻ്റെ ഇടയിൽ ഇവരുടെ ഇമേജിനെ തടസ്സപ്പെടുത്തുകയോ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ പറയേണ്ട ഒരു തലത്തിൽ മാത്രമാണ് ഞാനൊരു പരാതി. അതൊരു ചെറിയൊരു ബ്രാഞ്ച് സമ്മേളനം, ഒരു 8-10 പേരടങ്ങുന്ന ഒരു കൂട്ടത്തിലാണ് ഞാനിത് പറഞ്ഞത്. ബന്ധപ്പെട്ട ചില കാര്യങ്ങളുമായി ശ്രീമതി കലാരാജ് നാളെ മാധ്യമപ്രവർത്തകരുടെ വാർത്താ സമ്മേളനം നടത്തി സംസാരിക്കുമെന്ന് അടക്കമുള്ള കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ആയതുകൊണ്ടാണ് ഈ കാര്യത്തിൽ വലിയ വ്യക്തത വരുത്താത്തത് എന്ന് ഞാൻ വിചാരിക്കുകയും ചെയ്യുന്നു. ശരി, അത് നിങ്ങളുടെ വിവേചനാധികാരമാണ്, അത് അങ്ങനെ നിൽക്കുകയും ചെയ്യട്ടെ. പക്ഷേ അഡ്വക്കേറ്റ് കെ സരൺകുമാർ ഏറ്റവും പ്രാഥമികമായും ഏറ്റവും ശക്തമായും അവർ ചോദിക്കുന്നത് നമ്മുടെ സമൂഹത്തിൽ ഒരു വനിതാ പ്രവർത്തകയ്ക്ക്, ഒരു വനിതയ്ക്ക്, ഒരു സ്ത്രീക്ക് ആ സമയത്ത് നേരിടേണ്ടി വന്ന അതിക്രമം, അത് തടയാൻ കഴിയാതെ ഇരുന്ന പോലീസ്, ഇതെന്ത് സംവിധാനമാണ് എന്നുള്ളതാണ് അവരുടെ ചോദ്യം. ആ ചോദ്യത്തിനാണ് എനിക്ക് ഉത്തരം വേണ്ടതും. അഡ്വക്കേറ്റ് കെ സരൺകുമാർ, ഒന്ന് അവരുടെ സുരക്ഷ, 2 ഈ കാര്യങ്ങളൊക്കെ CPM-ഉം അറിയുന്നുണ്ടായിരുന്നില്ലേ? ഇപ്പോൾ ഞാൻ ഇന്നലെ രാവിലെ നിന്ന് മറ്റു വാർത്തകളുടെ കൂട്ടത്തിൽ അറിഞ്ഞൊരു കാര്യമാണ്, കൂത്താട്ടുകുളത്ത് ഈ അവിശ്വാസ പ്രമേയവുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, അവിടെ സംഘർഷം ഉണ്ടാകുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ. ഈ ഏരിയ കമ്മിറ്റി ഓഫീസിലൊന്നും ടെലിവിഷൻ വെക്കുന്ന പരിപാടിയൊന്നുമില്ലേ? ഈ വാർത്ത അറിഞ്ഞപ്പോൾ നിങ്ങൾ മാധ്യമപ്രവർത്തകരെ അങ്ങോട്ട് വിളിക്കാതിരുന്നത് എന്തുകൊണ്ടാണ്? ഇതിലൊരു വ്യക്തത വരുത്താത്തത് എന്താണ്? പാർട്ടിക്കെതിരെ ഗുരുതരമായ ആരോപണമല്ലേ വരുന്നത്? ഇവിടെ സ്ത്രീകളുടെ അന്തസ്സിനെ ബാധിക്കുന്ന ഏതെങ്കിലും പ്രവൃത്തി നടന്നിട്ടുണ്ടെങ്കിൽ അത് ശക്തമായിട്ട് തന്നെ പരിശോധിക്കും. കാരണം അടുത്ത കാലത്ത് കേരളത്തിൽ പോലീസിൻ്റെ ആക്ഷൻ, പ്രത്യേകിച്ച് സ്ത്രീകളുടെ പരാതിയിലുണ്ടായിട്ടുള്ള ആക്ഷൻ എല്ലാം നമ്മുടെ മുന്നിലുണ്ട്. മുഖ്യമന്ത്രി തന്നെ കഴിഞ്ഞ ആഴ്ച ഇത്തരം കാര്യങ്ങൾ കൃത്യമായിട്ടുള്ള നയം വ്യക്തമാക്കിയത് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിലുണ്ട്.
ഇപ്പോൾ ഒരു വ്യക്തി എന്ന രൂപത്തിൽ പറയുന്നത് വിശ്വസിക്കുന്നതാണ് കോൺഗ്രസിന്റെ പ്രതീതി പറയുന്നത്. അതും വിശ്വസിക്കാം. CCTV ദൃശ്യങ്ങൾ നോക്കാം. അതുപോലെ തന്നെ മറ്റ് പോലീസിന്റെ അന്വേഷണത്തിൻ്റെതായിട്ടുള്ള പല ഘട്ടങ്ങൾ നോക്കാം. അത് പോലീസ് അന്വേഷണം അത്തരത്തിൽ പോകട്ടെ. ഏതായാലും കോൺഗ്രസ് നടത്തുന്ന ചില എവിടെ അവിശ്വാസ പ്രമേയം വന്നാലും അങ്ങ് വെല്ലുവിളിച്ച് CPM-ന്റെ ആളുകളെ തട്ടിക്കൊണ്ടുപോയി ജനാധിപത്യത്തെ പണാധിപത്യം കൊണ്ട് കീഴടക്കുന്ന ഈ പ്രക്രിയ അത് അനുവദിക്കാൻ പോകുന്നില്ല. ഞാൻ ആദ്യം സൂചിപ്പിച്ചു, സതീശനസവും സുധാകരനസവും എറണാകുളം ജില്ലയിൽ ഇനി നടക്കില്ല. അതുകൊണ്ട് വെല്ലുവിളിയൊക്കെ കൈവശം വെച്ചാൽ മതി. അത് ഞങ്ങൾ നോക്കാം. ഇത് അന്വേഷണം നടക്കട്ടെ. ഇപ്പോൾ നാളെ പത്രസമ്മേളനം, CPM-ന്റെ ഏരിയ സെക്രട്ടറിയുടെ പത്രസമ്മേളനമുണ്ട്. പോലീസിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ കോടതിയിൽ ഹാജരാക്കും. അത് പോയിക്കോട്ടെ. ഏതെങ്കിലും തരത്തിൽ അവർക്ക് വ്യക്തിപരമായിട്ട് ഹരാസ്മെന്റ് വേദന ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് സത്വരമായിട്ടുള്ള നടപടികൾ തന്നെ സ്വീകരിച്ചു പോകും. പിന്നെ ഈ ഇന്നലെ മാധ്യമങ്ങളെ അറിയിച്ചില്ലേ, ഇത് സത്യസന്ധമായിട്ട് മാധ്യമങ്ങളെ ഞങ്ങൾ അതാത് സമയത്ത് അറിയിച്ചതാണ്. ഞങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ അറിയിക്കുന്നു മാധുവിന് അറിയാമല്ലോ, അതാത് കാര്യങ്ങൾ അറിയിക്കുന്നുണ്ട്. ഇവിടെ എത്ര പ്രാധാന്യത്തോടെ CPM-ന്റെ പ്രവർത്തകരും നേതാക്കന്മാരും കൊടുക്കുന്ന പത്ര റിലീസും പത്രവാർത്തയും മാധ്യമങ്ങൾ ഗൗരവത്തോടെ ചർച്ച ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്കെതിരെ വരുന്ന വാർത്ത മാസങ്ങളോളം ചർച്ച ചെയ്യും. ലൈവ് ബ്രേക്കിംഗ് ന്യൂസ് അന്തി ചർച്ചകൾ ഉണ്ടാവും. പക്ഷെ ഞങ്ങൾ കൊടുക്കുന്ന വാർത്തയും ഞങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള വാർത്തയും ഈ പറയുന്ന സംഭവങ്ങളും ഒക്കെയാണല്ലോ. ആ സമയത്ത് CPM പുറത്തേക്ക് അയച്ച ഒരു പത്ര റിലീസ് അങ്ങ് എനിക്ക് അയച്ചു തരാമോ? ആ സമയത്ത് CPM പങ്കുവെച്ച ഏരിയ കമ്മിറ്റി ഓഫീസിൽ കലാരാജുവിനെ തടഞ്ഞു വെച്ചിരിക്കുന്നു എന്ന മാധ്യമ വാർത്തകൾ വലതുപക്ഷ മാധ്യമങ്ങൾ ഇങ്ങനെയാണല്ലോ മൊത്തം. അപ്പോൾ വലതുപക്ഷ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നത് കള്ളമാണ്, അടിസ്ഥാനരഹിതമാണ്, ഞങ്ങളുടെ സഖാവ് ഞങ്ങളോടൊപ്പം ഏരിയ കമ്മിറ്റി ഓഫീസിൽ രാഷ്ട്രീയ ചർച്ചകൾ പെടുകയാണ് എന്ന വിശദീകരണം നൽകിയിരുന്നോ? അങ്ങനെ ഒരു അറിയിപ്പ് കേരളത്തിലെ ഏതെങ്കിലും മാധ്യമങ്ങൾക്ക് കിട്ടിയിരുന്നോ? അത് കൂത്താട്ടുകുളത്ത് പാർട്ടി ഓഫീസിനോടനുബന്ധിച്ചും കൂത്താട്ടുകുളത്ത് കേന്ദ്രീകരിച്ച പത്രപ്രവർത്തകർക്കെല്ലാം ആ വിവരമുണ്ടാകും. ഉണ്ട്. അത് മാതൃഭൂമിയുടെ ലേഖിക അവിടെയുണ്ടോ, റിപ്പോർട്ടർ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. കൃത്യമായി പാർട്ടി ഓഫീസിൽ പാർലമെന്ററി പാർട്ടിയിൽപ്പെട്ട മുഴുവൻ LDF-ന്റെ അംഗങ്ങളും ഉണ്ട്. അവർ അവിശ്വാസ പ്രമേയ ചർച്ചയിൽ പങ്കെടുക്കുന്നില്ല, ബഹിഷ്കരിച്ചിരിക്കുകയാണെന്നും ആ ചർച്ചയുടെ സമയവും അന്നത്തെ പ്രവർത്തി സമയം കഴിയുമ്പോൾ നാട് മുഴുവനും ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് വിരുദ്ധർ പ്രചരിപ്പിക്കുന്നത് എന്നുള്ളതാണല്ലോ നിങ്ങളുടെ ആക്ഷേപം. അത് തെറ്റാണ് എന്ന് തെളിയിക്കാൻ ശ്രീമതി കലാരാജുവുമായി ഒത്ത് നിങ്ങൾക്ക് വാർത്താ സമ്മേളനം നടത്താം. നിങ്ങൾക്ക് മാധ്യമപ്രവർത്തകരെ വിളിച്ച് കലാരാജുവിനെ അടക്കം അവിടെ മുന്നിൽ കൊണ്ടുവന്ന് ഇതൊക്കെ തെറ്റാണ് എന്ന് പറയിക്കാം. ഇങ്ങനെയൊക്കെ ചെയ്തോ? അത് ഇന്നലെ കൃത്യമായി മനോരമയിൽ തന്നെ ഇന്ന് ചിത്രമുണ്ട്. 4 മണി സമയത്ത് ഇന്നലെ ഉച്ചയ്ക്ക് മുൻപാണ് ഞാനത് വായിച്ച ഒരാളാണ്. ആ സമയത്ത് നിങ്ങൾക്കിത് ചെയ്യാമല്ലോ. മിനിമം പാർട്ടി ചാനലിൽ കൊടുക്കാമല്ലോ. ഇതൊക്കെ മാധ്യമങ്ങൾക്ക് കിട്ടേണ്ട വാർത്ത മാധ്യമങ്ങൾക്ക് കിട്ടേണ്ട സമയത്ത് കിട്ടിയിട്ടുണ്ട്. അങ്ങ് ഒരു ചരിത്രം മനസ്സിലാക്കണം. ഈ കൂത്താട്ടുകുളം എന്ന് പറയുന്നത് കേരളത്തിലെ മറ്റു പ്രദേശങ്ങൾ പോലെയല്ല. AKGയുടെ ആത്മകഥയിൽ രക്തസാക്ഷികളുടെ നാട് എന്ന് പറയുന്ന ഒരു അധ്യായമുണ്ട്. ആ അധ്യായം വായിച്ചാൽ കൂത്താട്ടുകുള പോരാട്ട ചരിത്രത്തെക്കുറിച്ച് ഒരു ബേസിക് നോളജ് നമുക്ക് കിട്ടും. ഒരു പ്രിയപ്പെട്ട നേതാവിനെ തല്ലിക്കൊന്ന് കൂത്താട്ടുകുളം പോലീസ് സ്റ്റേഷനിൽ ഞാൻ പറഞ്ഞത് അല്ലല്ല ഇത്തരത്തിൽ എന്തു നുണ പറഞ്ഞാലും അല്ലല്ല നിങ്ങൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ വായിച്ചാൽ മതി. ഞാൻ പറഞ്ഞത് എന്തു നുണ പറഞ്ഞാലും വിശ്വസിക്കുന്ന ജനങ്ങളല്ല കൂത്താട്ടുകുളത്തുള്ളത്. കോൺഗ്രസ് അങ്ങ് ഉയർത്തിപ്പിടിക്കും ചില ആളുകൾ 2-3 ദിവസം ആ ഉയർത്തിയതുപോലെ തന്നെ താഴേക്കിടും. ഞാൻ പറയാക്ക് കൂത്താട്ടുകുളത്തെ ആ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ കോൺഗ്രസ് നടത്തുന്ന ശ്രമം 2-3 ദിവസം തുടരും. അത് പൊളിഞ്ഞ് പാളീസാവുമ്പോൾ അവർ തന്നെ ഉപേക്ഷിച്ചു പോകും. ഇതൊക്കെ കേരളത്തിലെ ജനങ്ങൾക്ക് കൂത്താട്ടുകുളത്തെ ജനങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് നിങ്ങൾ എത്ര പർവ്വതീകരിക്കാൻ എനിക്കുണ്ട്. ഞാൻ ചോദിച്ച ഒരൊറ്റ കാര്യമാണ്, സംസ്ഥാനത്തെ ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പ്രചാരകർ അപ്പാടെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പ്രചാരകർ അപ്പാടെ നിന്ന് ഒറ്റക്കെട്ടായി നിന്ന് കലാരാജുവിനെ CPM തട്ടിക്കൊണ്ടുപോയി ഏരിയ കമ്മിറ്റി ഓഫീസിൽ വെച്ചു സമയത്ത് നിങ്ങൾക്ക് വാർത്താസമ്മേളനം വെച്ച് പൊളിക്കാം. നിങ്ങൾക്ക് പാർട്ടി ചാനലിൽ പൊളിക്കാം. ചെയ്തെങ്കിൽ പറഞ്ഞോളൂ. ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഞാൻ ചോദിച്ചല്ലോ. ഈ മണ്ഡലവുമായിട്ട് ഒരു ബന്ധമില്ലാത്ത MLA-യും DCC പ്രസിഡന്റും കോൺഗ്രസിന്റെ എറണാകുളം ജില്ലയിലെ മുഴുവൻ നേതാക്കന്മാരും രാവിലെ 10 മണിക്ക് അവിടെ കേന്ദ്രീകരിക്കുന്ന തരത്തിൽ ഗൂഢാലോചന നടത്തി കൃത്യമായി ആ ഭരണത്തെ അട്ടിമറിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അതല്ല. സംസ്ഥാനത്ത് ഏതാണ്ട് 4 നൂറ്റാണ്ടോളം രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ ഒരു സ്ത്രീ അവർ അധിക്ഷേപിക്കപ്പെട്ടു, അപമാനിക്കപ്പെട്ടു, വസ്ത്രാക്ഷേപം ചെയ്യപ്പെട്ടു എന്ന് കേരള സമൂഹത്തിന് മുന്നിൽ വിളിച്ചു വരുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. കൂറുമാറ്റ നിരോധന നിയമം ഇവിടെ കൂറുമാറ്റ നിരോധന നിയമമുള്ള ഈ രാജ്യത്ത് അത്തരത്തിൽ ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ കൂറുമാറ്റ നിരോധന നിയമം നടപ്പിലാക്കേണ്ടത് കയ്യൂക്കുകൊണ്ടല്ല, നിയമം കൊണ്ടാണ്. കയ്യൂക്ക് കേൾക്കേണ്ടി വന്നു എന്നൊരു പരാതിക്കാരി പറയുമ്പോൾ പ്രാഥമികമായി അവരോടൊപ്പം ചോദ്യം ചോദിക്കുക എന്ന് പറയുന്നത് ധർമ്മമാണ്. തന്നെയാണ് പറയാനുള്ളത്, തിരിച്ചു പറയാനുള്ളതും.
തിരിച്ചു പറയാനുള്ളതും അത് തന്നെയാണ്. ആ സ്ത്രീക്ക് ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടോ, വിഷമമുണ്ടായിട്ടുണ്ടോ, അത് പരിശോധിക്കാൻ പോലീസും ഗവൺമെന്റ് സംവിധാനവും ഇവിടെയുണ്ട്. ശക്തമായിട്ടുള്ള നടപടി സ്വീകരിക്കും. പക്ഷെ കോൺഗ്രസ് അങ്ങ് ഉണ്ടാക്കുന്ന ഗൂഢാലോചനയുടെ പുറകെ കൈപൊക്കി കൂടെ നിൽക്കാൻ ഒരാളും ഇവിടെ ഒരു കൈപൊക്കലുമില്ല, കൂടെ നിൽക്കലുമില്ല. നോക്കൂ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, തട്ടിക്കൊണ്ട് പോകുന്നത് ഒഴികെയുള്ള മറ്റു കാര്യങ്ങൾ, വോട്ട് ചെയ്തോ ഇല്ലയോ, നിങ്ങളുടെ ഭരണം പോയോ ഇല്ലയോ, ഭരണം പിടിച്ചോ ഇല്ലയോ എന്നുള്ളതൊക്കെ നിങ്ങളുടെ വിഷയം. ഇവിടെ ഒരു സ്ത്രീ വന്നവർ അധിക്ഷേപിക്കപ്പെട്ടു, അപമാനിക്കപ്പെട്ടു എന്ന് പരാതി പറയുമ്പോൾ സ്വാഭാവികമായും അത് പരിഗണനയ്ക്കെടുക്കുകയാണ്, നിയമം ചെയ്യാറ്. അത് തന്നെയാണ് നമ്മൾ എല്ലാവരും ചെയ്യാറ്. അപ്പൊ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നിടത്താണ് ഈ ചോദ്യങ്ങളെല്ലാം ഉണ്ടാകുന്നത്. 30 സെക്കൻഡുള്ള അത് കൃത്യമായി അല്ല, ഇതിനകത്ത് വളരെ കൃത്യമാണല്ലോ ശ്രീ അരുൺകുമാർ. ഇതിനകത്ത് നിങ്ങൾ തട്ടിക്കൊണ്ടു പോകുന്നതിന്റെ ദൃശ്യങ്ങളുണ്ട്. അവരുടെ പരാതിയിന്മേൽ പോലീസിന് ഒരു വിവരവും വൈകുന്നേരം വരെ ഉണ്ടായിട്ടില്ല. നിങ്ങൾ ഏരിയ കമ്മിറ്റി ഓഫീസിലാണെന്നൊക്കെ പറഞ്ഞാൽ ആര് വിശ്വസിക്കാനാണ്? അങ്ങനെയാണ് ഈ പോലീസ് അറിയണ്ടേ? ഇല്ലെങ്കിൽ നിങ്ങളൊരു പത്രസമ്മേളനം നടത്തണ്ടേ? ഇല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പത്രക്കുറിപ്പ് ഇറങ്ങണ്ടേ? ഇതൊന്നുമില്ലാതെ വെറുതെ വന്ന് കുറെ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പറഞ്ഞിട്ട് യാതൊരു കാര്യം. പിന്നെ കൂത്താട്ടുകുളം വാച്ചും തമ്മിലുള്ള ദൂരം എന്ന് പറഞ്ഞാൽ 500 മീറ്ററാണ്. കാരണം ബോർഡറാണ് കൂത്താട്ടുകുളം. നിങ്ങളുടെ കൂത്താട്ടുകുളം ഏരിയ കമ്മിറ്റിയുടെ കീഴിൽ പാലക്കുഴ വരുന്നുണ്ട്. അത് വാച്ച നിയോജകമണ്ഡലം. അപ്പൊ അവിടുത്തെ പ്രാദേശിക വാർത്താസമ്മേളനം നടത്തും എന്നുള്ളതാണ് ഞാൻ അറിയുന്ന വിവരം. ഇതുമായി ബന്ധപ്പെട്ട ചില സാമ്പത്തിക ക്രമക്കേടുകളോ സാമ്പത്തിക അതിക്രമമോ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ അവരുടെ ചില വാർത്താ സമ്മേളനങ്ങളും വെളിപ്പെടുത്തലുകളും വരേണ്ടതുണ്ട്. സ്വാഭാവികമായും ഈ ഘട്ടത്തിൽ നിയമം എങ്ങനെയാണ് പരിഗണിക്കുക? ഒരു സ്ത്രീ അധിക്ഷേപിക്കപ്പെട്ടു, അപമാനിക്കുന്നു എന്ന പരാതി ഉന്നയിക്കപ്പെടുമ്പോൾ നിയമം അതാണ് പ്രാഥമികമായി എടുക്കുക. അത് തന്നെയാണ് ഇവിടുത്തെ മാധ്യമങ്ങളും ചെയ്യുന്നത്. അതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ തെളിഞ്ഞു വരേണ്ടതുമാണ്. വളരെയധികം നന്ദി പാനലിസ്റ്റുകൾക്കും പ്രേക്ഷകർക്കും.